അതെ, എന്നെ 3-4 മണിക്കൂർ സഹിച്ചതിന് 2 ദിവസം മുമ്പും കൂടി എന്നെ 3 മണിക്കൂർ ഇരുത്തിയാലേ. ഓക്കെ, എന്നാ തുടങ്ങല്ലേ. നീ ഇത്ര നേരം സംസാരിച്ച് ഞാൻ എന്തെങ്കിലുമൊക്കെ ചെയ്യും. കാരണം എനിക്കറിയാം ദ പൊട്ടൻഷ്യൽ ഈസ് ഹ്യൂജ്. എനിക്കൊരു മെസ്സേജ്, വുഡ് യു ലൈക്ക് ടു ബി എ പാർട്ട് ഓഫ് എയർ ഏഷ്യ ക്യാമ്പയിൻ. മോനെ, ഞാൻ അതിന് തുള്ളി കളിച്ചിനെ കണക്കില്ല. കാരണം എയർ ഏഷ്യൻ്റെ ഒക്കെ കൂടെ കൊളാബറേറ്റ് എന്ന് പറഞ്ഞെങ്കിൽ ഇറ്റ് വാസ് എ ഡ്രീം. ജോബിൽ നിന്ന് ഇറങ്ങുന്ന സിറ്റുവേഷൻ കാര്യങ്ങളൊക്കെ എത്തിയപ്പോൾ ഷെഫ് പിള്ളേന്റെ ഒരു റാൻഡം മെസ്സേജ്, എടാ നീ ഓക്കെ അല്ലേന്ന്. ഇത്രയും വലിയ ആളെ മെസ്സേജാ. അപ്പം ആക്ച്വലി ഐ വാസ് നോട്ട് ഓക്കെ. പക്ഷെ ആൾ അങ്ങനത്തെ ഒരു മെസ്സേജ് അയച്ചപ്പോണ്ടല്ലോ, ഐ വാസ് ലൈക്ക് യുവർ ടിക്കറ്റ് ഹാസ് ബീൻ അപ്ഗ്രേഡഡ്. റോമിംഗ് ബ്ലോഗറിന്റെ അടുത്തൊരു മേജർ എനിക്ക് ഗുണം, ഞാൻ 30,000 റുപ്പീസ് ഫ്ലൈറ്റിന് കൊടുത്തപ്പോൾ എനിക്ക് സമാധാനമായത് ഇപ്പോഴാ. ഞാൻ ആദ്യമായിട്ടാണ് എൻ്റെ ലൈഫിൽ ബിസിനസ് ക്ലാസ്സിൽ കയറുന്നത്. പണിക്ക് കയറാൻ നേരത്തെ ഫസ്റ്റത്തെ അടുത്ത കാറ്റഗറി അതായത് ഫുഡ് ലോക്ക് ചെയ്തു, റിസോർട്ട് ലോക്ക് ചെയ്തു. ഇനി റിസോർട്ടിലെ ഇൻഫ്ലുവൻസർ മാർക്കറ്റിംഗ് ഫിഗർ ഔട്ട് ചെയ്യുന്നു. അതെ, ഇതിൽ ഇൻഫ്ലുവൻസർ മാർക്കറ്റിംഗിലേക്ക് ഞാൻ എത്തിയിട്ടില്ല. ഇൻഫ്ലുവൻസർ മാർക്കറ്റിംഗ് ഇപ്പൊ ഞാൻ ചെയ്തുകൊണ്ടിരുന്ന വെച്ചാണെങ്കിൽ പോസ്റ്റ് ഒരു മാസം ഇത്ര പോസ്റ്റർ കൊടുക്കുന്ന അതിന്റെ ഒരു ഫണ്ട് കിട്ടുന്നു എന്നുള്ളൊരു മൂഡാണ്. അതങ്ങനെ പോയി. അത് ഞാൻ ഹാപ്പി ആയി. അത് നല്ല രീതിയിൽ വർക്ക്ഔട്ട് ആയി. ഇത് വേറൊരു ഗുണം എന്ന് പറയുന്നത്, നമ്മൾ ഈ കോണ്ടന്റ് ക്രിയേറ്റേഴ്സ് ആകുമ്പോൾ നമ്മൾ ഡയറക്റ്റ് കണക്ട് ആവുന്നത് അതിന്റെ ഡിസിഷൻ മേക്കേഴ്സ് ആയിട്ടാണ്. റെസ്റ്റോറന്റ് ഓണേഴ്സ്, കഫേ ഓണേഴ്സ്. അപ്പൊ അവരുടെ അടുത്താണല്ലോ നമ്മൾ ഈ കഥ പറയുന്നത്. പിന്നെ നേരെ അവരുടെ അടുത്ത് പോയി പറയാം, നിങ്ങളെ സാധനം ഞാൻ ചെയ്തുതരാം. അങ്ങനെ ഒരു സമയത്ത് കോഴിക്കോടുള്ള മൾട്ടിപ്പിൾ റെസ്റ്റോറൻറ്റ്സിന്റെയും കഫേസിന്റെ ഒക്കെയും പല പോസ്റ്റേഴ്സും നമ്മളെ ബന്ധത്തിന്റെ മുകളിൽ ചെയ്തു കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇൻഫ്ലുവൻസേഴ്സിനെ കണക്ട് ചെയ്ത് കൊടുക്കാനും തുടങ്ങി. പിന്നെ അങ്ങനത്തെ പല ഓപ്ഷൻസും വന്ന് പിന്നാണ് മനസ്സിലായത് ഇതിന് ഇൻഫ്ലുവൻസർ മാർക്കറ്റിംഗ് എന്ന് പറയും എന്നുള്ളത്. അപ്പോൾ ഇൻഫ്ലുവൻസർ മാർക്കറ്റിംഗ് എന്താണെന്നുള്ളതിന്റെ ഒരു ചെറിയൊരു ഐഡിയ കിട്ടി. ഇതിന്റെ ബേസിസിൽ പിന്നെ കുറച്ചും കൂടെ നല്ല ബ്രാൻഡ്. അല്ല, അപ്പൊ കാക്കപ്പ എഞ്ചിനീയറിംഗ് കഴിഞ്ഞോ? ഇല്ല, എഞ്ചിനീയറിംഗിന്റെ ഇടയിൽ അത്. കാരണം എഞ്ചിനീയറിംഗ് 5 days a week 2 days ആണ് എൻ്റെ നാട്ടിൽ കോഴിക്കോട്. ഉടായ്പകളൊക്കെ ഈ 2 ദിവസം ഈ 2 ദിവസം ഈ എഞ്ചിനീയറിംഗിന്റെ ഈ 5 ദിവസത്തിന്റെ ഇടയിൽ ആണ് എനിക്ക് എല്ലാ കോൾസും വരാം. കോൾസ്, അതായത് ഈ കോഴിക്കോടുള്ള റെസ്റ്റോറൻറ്റ്സ് കഫേസിന്റെ ഓണേഴ്സൊക്കെ വിളിക്കുമ്പോൾ. അപ്പം ഞാൻ ഈ 5 ദിവസം ഓരോന്ന് ഇരുന്ന് ഷെഡ്യൂൾ ചെയ്യും. അതായത് ശനിയാഴ്ച പോയി കഴിഞ്ഞാണെങ്കിൽ ഞാൻ ഇവരൊക്കെ കാണണം എന്നുള്ള ഞാൻ ഫുള്ളും നോട്ട് ചെയ്തേക്കും. ഹോസ്റ്റലിൽ നമുക്ക് ഓരോ ചെറിയൊരു സ്റ്റഡി റൂം പോലെ സ്റ്റഡി മെറ്റീരിയൽ പോലെ സെറ്റപ്പ് ഉണ്ട്. അതായിരുന്നു എന്റെ ഓഫീസ് എന്ന് പറയാം. എന്റെ മാർക്കറ്റിംഗ് ഏജൻസി എന്ന് പറഞ്ഞാണെങ്കിൽ ഹോസ്റ്റലും അവിടുത്തെ ഒരു ടേബിളാണ്. അപ്പോൾ അവിടെ നിന്നാണ് ഞാൻ ഓരോന്ന് നോട്ട് ചെയ്യുക. ഈ ശനിയാഴ്ച പോയി കഴിഞ്ഞാൽ ഇന്നാളെ കാണണം ഓരോന്ന് നിങ്ങൾ. എന്നിട്ട് വെള്ളിയാഴ്ച ആയി കഴിഞ്ഞാണെങ്കിൽ നേരെ ബെല്ലടിച്ച് കഴിഞ്ഞിട്ട് നേരെ വണ്ടി കയറുക, നേരെ ബസ് എടുക്കുക, നേരെ കോഴിക്കോട് പോവുക. ശനിയാഴ്ച മുതൽ ഈ പറഞ്ഞ ഓരോരോ ആൾക്കാരെ കാണാൻ വേണ്ടിയിട്ട് ഇറങ്ങാം. അതായിരുന്നു സ്കീം. ആൻഡ് ദാറ്റ് വെന്റ് വെരി വെൽ. പിന്നാണ് ഓരോരോ ഓപ്പർച്യൂണിറ്റീസ് ഇങ്ങനെ വരുന്നത്. പിന്നെ അതിൻ്റെ ഇടയിൽ എനിക്ക് എഞ്ചിനീയറിംഗ് ടഫായി സപ്ലിൻ്റെ എണ്ണം ഇങ്ങനെ കുറച്ച് കൂടി വരുന്ന ഒരു സമയമായിരുന്നു. 1-2 പോയി 3-4 ആയോ? ഒരു 3, അതായത് ഒരു സെമ്മിൽ 3 വരെ കുടുങ്ങിയ ഒരു സീനിന് വരെ എത്തി. അപ്പൊ എനിക്ക് തോന്നി, പഠിച്ചാൽ ഇത് തീരൂല, ഇത് പ്രശ്നമാണ്. അപ്പൊ ഇനിയിപ്പോ ഒരു ബാക്കപ്പ് വേണമല്ലോ. അങ്ങനെ ഞാൻ അന്വേഷിച്ച് ഞാനൊരു ഡിസ്റ്റന്റ് ആയിട്ട് BBA എടുക്കാൻ തീരുമാനിച്ചു. ശരി, എഞ്ചിനീയറിംഗിൽ പഠിച്ചോണ്ടിരിക്കുന്ന സമയത്ത് ഡിസ്റ്റന്റ് ആയിട്ട് ഞാൻ, കാരണം ഇപ്പം പൈസന്റെ കാര്യത്തിൽ വലിയ ഒരു ചൊറയില്ല. ഒരു 5,000, 6,000, 10,000 ഒക്കെ ഇപ്പം കിട്ടാൻ അത്യാവശ്യം എമൗണ്ട് ഉണ്ട്. ഇപ്പം എന്റെ ഡീലിങ്സ് എന്ന് പറയുകയാണെങ്കിൽ ഏകദേശം ഈ പറഞ്ഞ എമൗണ്ടുകളാണ്. അപ് ടു 10,000 വരെയുള്ള ഫണ്ടുകൾ വലിയ ഇഷ്യൂസ് ഇല്ല, കാരണം ഇൻകം വരാൻ തുടങ്ങി. അപ്പോൾ അതുകൊണ്ട് BBA എടുക്കണം എന്നുള്ളൊരു മൂഡിലേക്ക് എത്തി. അങ്ങനെ BBA ഞാൻ എടുത്ത് അങ്ങനെ ഓരോന്ന് ഞാൻ ഇനി എഞ്ചിനീയറിംഗ് പൊട്ടിക്കഴിഞ്ഞാലും എന്തെങ്കിലും ഒന്ന് വേണ്ടേ, പ്ലാൻ ബി വേണമല്ലോ. പക്ഷേ ഫാസ്റ്റ് ഫോർവേഡ് എഞ്ചിനീയറിംഗ് കിട്ടി, BBA കിട്ടി. ഭാഗ്യം, അതുകൊണ്ട് ഇപ്പൊ അത് രണ്ടും കിട്ടി. പക്ഷെ ഈ എഞ്ചിനീയറിംഗ് പഠിക്കുന്ന സമയത്ത് എനിക്ക് പറയാതിരിക്കാൻ വയ്യ. ഇതെനിക്ക് പറഞ്ഞേ പറ്റൂ. കാരണം എൻ്റെ സെക്കൻഡ് ഇയർ കഴിഞ്ഞ് തേർഡ് ഇയർ കഴിഞ്ഞ് ഫോർത്ത് ഇയർ ആയി. ഓക്കെ, ഫോർത്ത് ഇയറിൻ്റെ ഒക്കെ സമയത്ത് ആണ് എൻ്റെ 7ാമത്തെ സെമിസ്റ്ററിൻ്റെ സമയത്താണ് നമുക്ക് ഈ പ്ലേസ്മെൻറ്റും കാര്യങ്ങളൊക്കെ വരാം, കോളേജ് പ്ലേസ്മെൻറ്റ്സ് ഒക്കെ.
അങ്ങനെ കോളേജ് പ്ലേസ്മെന്റ്സ് വരാൻ തുടങ്ങി. എനിക്കാണെങ്കിൽ ഒരു സ്ഥലത്തും ഇരിക്കാൻ പറ്റില്ല. അതായത് ഒരു പ്ലേസ്, കാരണം ഇത്രയും സപ്ലി. ഞാൻ എഞ്ചിനീയറിംഗിൽ ഈ പറഞ്ഞ 7ാമത്തെ സെമസ്റ്റർ എത്തുമ്പോൾ എനിക്ക് ഇത്ര ഒരു 7-8 സപ്ലിയോളം ഉണ്ടായിരുന്നു. 7 or 8, ഐ ഡോണ്ട് എക്സാക്ട്ലി റിമെമ്പർ. ചെറിയ എമൗണ്ട് ഒക്കെ ആണെങ്കിൽ കണക്കൂട്ടി തരുന്നത്, അതിന് വലിയ എമൗണ്ട് കണക്കുകളൊന്നും അങ്ങനെ സപ്ലികൾ ഉള്ളത് കൊണ്ട് എനിക്ക് ഒരു പ്ലേസ്മെന്റ് ഇരിക്കാൻ പറ്റില്ല. പക്ഷേ അതിൻ്റെ ഇടയിൽ നമ്മളെ കോളേജിൽ ഒരു പ്ലേസ്മെന്റ് വന്ന്, ബൈജൂസിന്റെ ഒരു പ്ലേസ്മെന്റ് വന്ന്. ബൈജൂസിന്റെ പ്ലേസ്മെന്റ് വന്നപ്പോൾ നോക്കുമ്പോണ്ട് അതിൽ സപ്ലി വിഷയമല്ല, ബൈജൂസും വന്ന്. അതേപോലെ വേറൊരു എഡ്ടെക് സ്റ്റാർട്ടപ്പ്, വേറൊരു എഡ്ടെക് ഉണ്ടായിരുന്നു. ഇങ്ങനെ പേര് എനിക്ക് എക്സാക്ട് എൻട്രി ആണോ? അല്ലല്ല, എൻട്രി ഒന്നല്ല, വേറെ ഹൈദരാബാദ് ആയിരുന്നു വേറെ ഓഫീസും സംഭവങ്ങളൊക്കെ. അപ്പം അതായിരുന്നു ഫസ്റ്റ് വന്നത്. അത് ഫസ്റ്റ് വന്ന് ആദ്യമായിട്ട് എനിക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്ന ഒരു കമ്പനി വന്നല്ലോ. പക്ഷെ എന്താ, അത് എഞ്ചിനീയറിംഗ് ആയിട്ട് യാതൊരു ബന്ധമില്ല, അത് പ്യുവർ സെയിൽസ് സംഭവങ്ങളാണ്. അപ്പൊ എനിക്ക് തോന്നി ഓക്കെ, ദിസ് ഇസ് മൈ എന്റെ ഏരിയ ആണെന്നുള്ള രീതിയിൽ. അങ്ങനെ ഞാൻ അതിന് ഇരുന്ന് ഫസ്റ്റ് റൗണ്ട് കഴിഞ്ഞ് കിട്ടി, സെക്കൻഡ് റൗണ്ട് കഴിഞ്ഞ് കിട്ടി, ഫൈനൽ റൗണ്ടിൽ കിട്ടി, ഓഫർ ലെറ്റർ കിട്ടി. ബൈജൂസ് അല്ല, മറ്റേ എഡ്ടെക് സ്റ്റാർട്ടപ്പ്. എനിക്ക് അതിന്റെ പേര് എനിക്ക് കറക്റ്റ് കിട്ടുന്നില്ല. നിങ്ങളെ ഓൺലൈൻ ബിസിനസ് പഠിപ്പിക്കാൻ വേണ്ടി ഞങ്ങൾ 50 വരെ എപ്പിസോഡുകൾ ചെയ്തിട്ടുണ്ട്. എന്നിട്ടും പലരും നമ്മളടുത്ത് ഹെൽപ്പ് ചോദിച്ചു വരാറുണ്ട്. ഇപ്പം അതിനൊരു പെർമനന്റ് സൊല്യൂഷൻ നമ്മൾ ഉണ്ടാക്കിയിട്ടുണ്ട്. താഴെയുള്ള യൂട്യൂബ് ഡിസ്ക്രിപ്ഷനിൽ നമ്മൾ വാട്സാപ്പ് നമ്പർ ഉണ്ട്, അവിടെ വന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഹെൽപ്പ് കിട്ടും. സോ നൗ ബാക്ക് ടു ദ ഷോ. അപ്പം എഡ്ടെക് സ്റ്റാർട്ടപ്പ് കിട്ടി, ഫസ്റ്റ് ഓഫർ ലെറ്റർ കിട്ടി. ഇതേപോലെ ആയിരുന്നു കേട്ടോ എൻ്റെ. പിന്നെ ഞാനും ഒരു എഞ്ചിനീയർ ആണ്, ഇതേപോലെ സപ്ലി ഒന്നുമില്ല ഭാഗ്യത്തിന്. പക്ഷേ 60%. എനിവേസ് ആദ്യത്തെ 7 എണ്ണം ഇരുന്നു, ഒരൊറ്റ എണ്ണം ആപ്റ്റിറ്റ്യൂഡ് പോയി കയറിയില്ല. 7ാമത്തെ ഇതേപോലെ ഓഫർ ലെറ്റർ കിട്ടി. ഓക്കെ, കണ്ടിന്യൂ. അങ്ങനെ എനിക്ക് ഈ ഓഫർ ലെറ്റർ കിട്ടിയപ്പോ അപ്പൊ എനിക്ക് കോളേജിലൊരു ഒരു വെയിറ്റ്, കാരണം പ്ലേസ്മെന്റ് കിട്ടി ഇത്രയും സപ്ലിയുള്ള ആൾക്ക്. അപ്പൊ ഞാൻ ഫ്രണ്ട്സിന്റെ ഇടയിലൊക്കെ സപ്ലിയിലൊന്നൊരു കാര്യം, പണി അറിയണം, പണി കിട്ടി. ഇനി എന്ത് സപ്ലി ഒക്കെ എന്തുണ്ടെങ്കിലും എന്താണ്, എല്ലാരും എന്തിനാ പഠിക്കണത്, പണി കിട്ടാന്. കറക്റ്റ്. ആ പണി ഇത്രയും സപ്ലി ഉണ്ടായിട്ട് എനിക്ക് കിട്ടി. കറക്റ്റ്. അതുകൊണ്ട് ഇനി അതിനെ പറ്റിയിട്ട് എനിക്ക് ഇനിയിപ്പോ പഠിക്കേണ്ട ആവശ്യമില്ല എന്നുള്ളൊരു മൂടായിരുന്നു. പിന്നെ നോക്കുമ്പോണ്ട് അത് ഹൈദരാബാദ്, മാസം 20,000-25,000 എന്തോ 20,000 ആയിരുന്നു സാലറി പാക്കേജ്. പിന്നെ ഞാൻ അതിനെ പറ്റിയിട്ട് ഓവർ നോക്കിയിട്ടില്ല. കിട്ടി നിൽക്കുന്ന സമയത്താണ് കോളേജിലത്തെ ഹയസ്റ്റ് പാക്കേജ് ഉള്ളൊരു പ്ലേസ്മെന്റ് ഇതാ വരുന്നു, ബൈജൂസ്. എഞ്ചിനീയറിംഗ് ഒന്നല്ല, എഞ്ചിനീയറിംഗിനെ കാട്ടിയോ മറ്റേ ആനുവൽ പാക്കേജ് ഓഫ് 8 to 10 lakhs ആണ് പാക്കേജ്. അങ്ങനെ നിൽക്കുന്ന ഒരു പാക്കേജ്. സെയിൽസ്, ബൈജൂസിന്റെ ബിസിനസ് ഡെവലപ്മെന്റ് അസോസിയേറ്റ് എന്നുള്ള റോൾ, BDA റോള്. ഓക്കെ. അപ്പൊ ഇരിക്കണല്ലോ, നോക്കുമ്പോണ്ട് അതിനും സപ്ലിന്റെ പ്രശ്നമില്ല. നമ്മള് സ്റ്റാർട്ടപ്പുകാർ അങ്ങനെയാ. അതെ, സപ്ലി ഉണ്ടെങ്കിലാണ് ഒന്നും കൂടി അഡ്വാൻറ്റേജ്. അതെ. അപ്പൊ അങ്ങനെ ആ പ്ലേസ്മെന്റിന് ഇരിക്കാനുള്ള ഒരു അവസരം കിട്ടി. ആ പ്ലേസ്മെന്റിന് എല്ലാരും ഇരുന്ന് കോളേജിൽ നമ്മളെ ഓൾമോസ്റ്റ് എല്ലാ ഫൈനൽ ഇയേഴ്സും ഇരുന്ന്, കാരണം അത്രയും വലിയ പാക്കേജ്. വേറെ ആരും എഞ്ചിനീയറിംഗ് കമ്പനീസിന് ഇതൊന്നും കൊടുക്കാൻ പറ്റാത്ത അത്രയും വലിയ പാക്കേജ്. അങ്ങനെ ആ കമ്പനിയിൽ അതിന് വേണ്ടിയിട്ട് ഇരുന്ന് ഫസ്റ്റത്തെ റൗണ്ട് കഴിഞ്ഞപ്പോൾ തന്നെ ഏകദേശം എല്ലാവരും ഫിൽട്ടർ ആയി. റിസൾട്ട് വന്നപ്പോൾ എനിക്കുണ്ട് ഫസ്റ്റത്തെ റൗണ്ട്. ഓക്കെ, സെക്കൻഡത്തെ റൗണ്ട് തുടങ്ങി. സെക്കൻഡത്തെ റൗണ്ട് ഇൻ്റർവ്യൂവും കാര്യങ്ങളൊക്കെ. ഫസ്റ്റത്തെ റൗണ്ട് കഴിഞ്ഞ് സെക്കൻഡത്തെ റൗണ്ടും ക്രാക്ക് ചെയ്ത്. അത് കഴിഞ്ഞപ്പം വളരെ കുറച്ച് ആൾക്കാരായി ബാക്കി. സെക്കൻഡത്തെ റൗണ്ടിലേക്ക് എനിക്ക് തോന്നുന്നു 4-5 ആൾക്കാരൊറ്റേ ഉള്ളൂ മൊത്തത്തിൽ ബാക്കിയുള്ളത്. തേർഡ് റൗണ്ട് അത് നമ്മൾ ഓൺലൈൻ ഇന്റർവ്യൂല് സെൽമി ബൈജൂസ് ലേണിംഗ് ആപ്പ് എന്നായിരുന്നു. ഇപ്പോ ഇത് വിൽക്കാനാണോ നമുക്ക് പണി? കഴിഞ്ഞ കുറച്ച് കൊല്ലങ്ങളായിട്ട് വിൽക്കൽ തന്നെയായിരുന്നു നമ്മളെ പരിപാടി. അതെ, പരിപാടി തുടങ്ങിയിട്ട് കുറേ നല്ല ഉഷാറായിട്ട് ബൈജൂസിന്റെ ആപ്പ് ഞാൻ അയാൾക്കന്നെ വിറ്റെടുത്തു. ഈ ആപ്പ് എന്റേതാണോന്ന് വരെ മൂപ്പര് ചോദിച്ചു. അത് ക്രാക്ക് ചെയ്ത് റിസൾട്ട് വന്നപ്പോ ബൈജൂസിൽ പ്ലേസ്മെന്റ് കിട്ടിയ ഒരേ ഒരു വ്യക്തി. അങ്ങനെ കോളേജിൽ മറ്റേ 7ാമത്തെ സെമ്മ് കഴിയുമ്പോ ഡബിൾ പ്ലേസ്മെന്റ്
രണ്ടെണ്ണോ? രണ്ട് പ്ലേസ്മെന്റ്, രണ്ട് പ്ലേസ്മെന്റ്, 8-10 സപ്ലി. പിന്നെ ഒന്നും നോക്കില്ല. പിന്നെ കോളേജിലുണ്ടല്ലോ വിഷയല്ല. പിന്നെ ഈ കോളേജിലുള്ള സമയത്തുണ്ടല്ലോ, ഈ സമയത്ത് പിന്നെ ഞാൻ പറയുന്നതൊന്നും സാറുമാരൊക്കെ കേൾക്കാൻ തുടങ്ങി. മറ്റേക്കെ ഉണ്ടല്ലോ ആട്ടും കുത്തുവനും അതൊന്നും ഇതല്ലാതെ നമുക്കൊരു നിലയും വിലയും കിട്ടിയത് ശരിക്കും പറഞ്ഞാണെങ്കിൽ ഈ പ്ലേസ്മെന്റ് കിട്ടിയത്, പ്രത്യേകിച്ച് ഈ ബൈജൂസിൻ്റെ കൂടെ കിട്ടിയ സമയത്ത് കോളേജിലും. പിന്നെയുണ്ട് ഒരു ദിവസം ഉണ്ട് എനിക്ക് ഒരു ന്യൂസ് ലെറ്റർ, കോളേജിന്റെ ന്യൂസ് ലെറ്ററിൽ നിഹാദ് അലി ബാഗ്സ് ഓഫർ വർത്ത് 10 lakhs. സംഭവം 8 to 10 ആണ്. അതിന്റെ 8 ഒന്നും ഞാൻ പിന്നെ കണ്ടിട്ടില്ല. 10 lakhs per annum എന്ന് പറഞ്ഞിട്ട് എന്റെ ഫോട്ടോ ഇതൊക്കെ വെച്ചിട്ട് എന്റെ തല എന്റെ ഫുൾ ശരി ശരി. അങ്ങനെ ബൈജൂസിൽ കിട്ടിയത്. പക്ഷെ അത് വേറെല്ല, നിങ്ങളെ ഫുൾ എക്സ്പീരിയൻസ് നിങ്ങളെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. That's what you kept doing things. I kept on doing things. ഞാൻ ഒരിക്കലും ഞാൻ വെറുതെ ഇരുന്നിട്ടില്ല. കാരണം ഇത് നമ്മൾ അത്രയും ആൾക്കാരായിട്ട് സംസാരിക്കുന്നത് ഇതൊക്കെ നമുക്ക് അത് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. എക്സ്പീരിയൻസ് ആണ്. അതായത് നിങ്ങള് ട്രെയിനിങ് അറ്റൻഡ് ചെയ്തിട്ടില്ല, ആക്ച്വലി യു ആർ ഗെറ്റിംഗ് ട്രെയിൻഡ് അലോങ് ദ വേ. യെസ്, അലോങ് ദ വേ കംപ്ലീറ്റ് ട്രെയിനിങ്ങും കാര്യങ്ങളൊക്കെ ആയിരുന്നു. ഇതിന്റെ ഈ സമയത്താണ് കോവിഡിന്റെ ലാസ്റ്റ് സമയത്ത്, ബൈജൂസിന്റെ ഒക്കെ ജസ്റ്റ് മുമ്പായിട്ട് ഈ BNI എന്നുള്ളത് ഇപ്പം ഭയങ്കര ആക്റ്റീവാണ്. കറക്റ്റ്. കോവിഡിന്റെ സമയത്ത് ഇത് അത്ര ആക്റ്റീവ് അല്ലായിരുന്നു. ഒരു സ്ഥലത്ത് BNI ഭയങ്കര പബ്ലിസിറ്റിയും കാര്യങ്ങളൊന്നുമില്ല. ഇപ്പൊ എല്ലാവരും BNI മെമ്പേഴ്സാണ്. കോവിഡിന്റെ സമയത്ത് ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഞാൻ കൊച്ചിയിൽ പോക്കുണ്ടായിരുന്നു. ഓക്കെ, കൊച്ചിയിൽ ഞാൻ സ്ഥിരമായിട്ട് എനിക്ക് കോളേജിൽ പഠിക്കുന്ന സമയത്ത് എടുക്കുക നമ്മൾ ട്രിപ്പ് പോകുന്നതാണ് കൊച്ചിയിൽ. ട്രിപ്പ് എനിക്ക് കൊച്ചി പോകാൻ ഇഷ്ടമാണ്. കൊച്ചി ലൈഫ് സ്റ്റൈൽ അടിപൊളി. നമ്മൾ ഫ്രണ്ട്സ് എല്ലാവരും കൂടെ ആയിട്ട്. ശ്രീധറാണോ? ശ്രീധറൊക്കെ ഉണ്ടോ ആ സമയത്ത്? ശ്രീധർ പറഞ്ഞ തിയേറ്റർ ഇല്ല, എനിക്കറിയാം. ശ്രീധറല്ല, നമ്മൾ കൊച്ചി പോകണമെങ്കിൽ PVR മോഡ്. അപ്പം അങ്ങനെ കൊച്ചിയിലേക്ക് നമ്മൾ സ്ഥിരമായിട്ട് ട്രിപ്പ് പോക്കുണ്ടായിരുന്നു. നമ്മൾ കോളേജിലത്തെ ഫ്രണ്ട്സ് എപ്പോഴെങ്കിലൊക്കെ ആയിട്ട് അങ്ങനെ പോകും. അങ്ങനെ കൊച്ചിയിൽ പോയി നിൽക്കുന്ന സമയത്ത് നമ്മൾ ഇത് ത്രൂ കോണ്ടന്റ് ക്രിയേഷൻ ത്രൂ തന്നെ വ്ളോഗിങ് ത്രൂ പല ആൾക്കാരെ പരിചയപ്പെടില്ല. അങ്ങനെ കൊച്ചിയിലും കുറേ ആൾക്കാർ ഇങ്ങനെ മെല്ലെ മെല്ലെ പരിചയപ്പെടാൻ തുടങ്ങി. അങ്ങനെയാണ് ഐ ഗോട്ട് എക്സ്പോസ് ടു BNI. അപ്പോൾ BNI എന്താണെന്നുള്ളത് അന്ന് BNI എന്താണല്ലോ, അങ്ങനെ ഞാൻ BNIയിൽ ഒരു മെമ്പർ ആവാൻ വേണ്ടിയിട്ട് ഒരാൾ എന്നോട് പറഞ്ഞു. ഞാൻ അങ്ങനെ കയറി. വിസിറ്റർ ഇതിൻ്റെ അകത്ത് പോയി. വിസിറ്റർ അല്ല, നേരെ ഞാൻ അതിനകത്ത് അപ്ലൈ ചെയ്തു. പക്ഷെ നോക്കുമ്പോണ്ട് ഈ അപ്ലൈ ചെയ്യല് പണ്ടേ എല്ലാത്തിനും കയറി അപ്ലൈ ചെയ്യാന്നില്ലാണ്. സ്കോളർഷിപ്പിന് അപ്ലൈ ചെയ്യുന്നു, കിട്ടുന്നു. പ്ലേസ്മെന്റിന് അപ്ലൈ ചെയ്യുന്നു, കിട്ടുന്നു. കാരണം പറ്റുന്ന സാധനത്തിലല്ലേ ചെയ്യാൻ പറ്റുള്ളൂ. വിസക്ക് അപ്ലൈ ചെയ്യുന്നു, കിട്ടുന്നു. ഇത് പണ്ടേ ട്രെയിൻഡ് ആണ്. നമ്മള് അപ്ലൈ ചെയ്യണം, നമ്മള് ശ്രമിച്ചാലേ കറക്റ്റ്. അങ്ങനെ BNIയിൽ അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കി. പിന്നെ നോക്കുമ്പോണ്ട് ഒരു സംശയം പറഞ്ഞു. കാരണം BNIയിൽ ഏജ് ലിമിറ്റ് ഉണ്ട്. എനിക്കാണെങ്കിൽ ഏറ്റവും ബേസിക് ഏജ് ലിമിറ്റിന്റെ നോക്കുമ്പോണ്ട് ഞാൻ ജസ്റ്റ് ആ ഏജ് എനിക്ക് തോന്നുന്നത് 22 ആണ് തോന്നുന്നത്. കോളേജ് കഴിഞ്ഞോ? അല്ല, കോളേജിലുള്ള സമയത്താണ് BNI. എനിക്ക് തോന്നുന്നു 3rd year or 4th year കുഴപ്പമില്ലല്ലേ. ഞാനൊക്കെ കോളേജിന്റെ സമയത്ത് കളിച്ചെടുക്ക സിനിമ കാണുക എന്നല്ലാണ്ട് വേറെ ഒരു പരിപാടി ചെയ്തിട്ടില്ല. ഇത് കോളേജിന്റെ സമയത്താണ് ഞാൻ BNIയിൽ കയറിയത്. BNIയിൽ കയറിയപ്പം കൊച്ചിയിലത്തെ ചാപ്റ്ററിൽ ഞാൻ BNIയിൽ കയറി. ഐ വാസ് ദി യങ്ങസ്റ്റ് BNI മെമ്പർ. കറക്റ്റ്. അതായത് അപ്പൊ എന്ത് പറഞ്ഞിട്ട്, എന്ത് ബിസിനസ് പറഞ്ഞിട്ടാ കയറുന്നത്? കോണ്ടന്റ് ക്രിയേറ്റർ, ഇൻഫ്ലുവൻസർ എന്നുള്ളൊരു കാറ്റഗറിയിൽ, പുതിയൊരു കാറ്റഗറി. അങ്ങനെയാണ്. ഓക്കെ, ഞാനൊരു കോണ്ടന്റ് ക്രിയേറ്റർ ആണ്. അങ്ങനെ പക്ഷേ അന്ന് BNI എന്ന് പറഞ്ഞാൽ ഓൺലൈൻ ആയല്ലോ, കംപ്ലീറ്റ് ഓൺലൈനാ. കോവിഡ് ഇതൊക്കെ കഴിഞ്ഞതിന് ശേഷം ഓൺലൈൻ ആയിരുന്നു. ഞാനാണെങ്കിൽ എൻ്റെ വീട് എവിടാ? കോഴിക്കോട്. ഞാൻ കയറി ചാപ്റ്റർ ചെയ്താ കൊച്ചി. അപ്പോൾ ഓൺലൈൻ ആയതുകൊണ്ട് എല്ലാ ആഴ്ചയിലും ഒരു ദിവസം നമുക്ക് ട്യൂസ്ഡേയ്സ് ആയിരുന്നു. അപ്പോൾ എവറി ട്യൂസ്ഡേയ്സ് ഞാൻ ഹോസ്റ്റലിൽ ഇരുന്നിട്ടായിരുന്നു ഇത് അറ്റൻഡ് ചെയ്യല്. ഇതിൽ ബെസ്റ്റ് പാർട്ട് ഇസ് ദാറ്റ് എൻ്റെ ഈ പ്ലേസ്മെൻറ്റും കാര്യങ്ങളൊക്കെ കിട്ടിയപ്പോണ്ടല്ലോ, കോളേജിൽ നിന്ന് നല്ല സപ്പോർട്ടായിരുന്നു. എൻ്റെ HOD സാർ ഉണ്ടായിരുന്നു, മെക്കാനിക്കൽ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ HOD. ആള് എൻ്റെ സ്കില്ല് എന്തോ അന്ന് കാണേ. ഞാൻ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ്, റോയൽ മെക്കാണ്. യെസ്, ശരി. അങ്ങനെ നമ്മളെ HOD ഞാൻ പറഞ്ഞു, ഈ BNIനെ പറ്റിയിട്ട് പറഞ്ഞു. BNIനെ പറ്റി പറഞ്ഞ സമയത്ത് ആള് അതിന് എന്നെ സമ്മതിച്ച്. അതായത് ട്യൂസ്ഡേ രാവിലെ 7 മണി മുതൽ നമുക്ക് 9 മണി വരെ അങ്ങനത്തെ എന്തോ ആണ്. BNIയിൽ എന്റെ കോണ്ടന്റ് ക്രിയേഷൻ ത്രൂ എനിക്ക് പുതിയ ആൾക്കാരും പുതിയ വർക്ക് കിട്ടല്ലോ, ബിസിനസ് നടക്കണല്ലോ. അതിന് വേണ്ടിയിട്ടാണ് BNIയിൽ കയറിയത്. പക്ഷെ BNIയിൽ കയറാനുള്ള ഞാൻ ഇട്ട ഒരു കഷ്ടപ്പാടുണ്ടായിരുന്നു. ഞാൻ അന്ന് വരെ ഉണ്ടാക്കി എൻ്റെ എല്ലാ പൈസയും ഫുള്ള് പോയി. അതായത് ഇപ്പോഴും എൻ്റെ കയ്യിൽ സ്ക്രീൻഷോട്ട് ഉണ്ട്. അതായത് BNIയിൽ ഞാൻ അന്ന് കൊടുത്ത ഏകദേശം 45,000 റുപ്പീസിൻ്റെ അടുത്താണ് ഞാൻ മൊത്തത്തിൽ കൊടുത്തത്. അന്ന് എൻ്റെ അക്കൗണ്ടിൽ ഉണ്ടായിരുന്നത് ആ എമൗണ്ടാണ്, അറൗണ്ട് 45.
അത് ഫുള്ള് ഞാൻ ഇൻവെസ്റ്റ് ചെയ്ത് BNIന്റെ മുകളിൽ കംപ്ലീറ്റ്. അത് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരും എന്നെ വെട്ടും. അതായത് എൻ്റെ എല്ലാ സേവിങ്സ്, കാരണം അതുവരെ ഉണ്ടാക്കിയത് ഞാൻ നേരത്തെ പറഞ്ഞു, ഞാൻ 10,000 വരെയുള്ള കഥകളൊക്കെ പറഞ്ഞു. ഇപ്പോൾ എൻ്റെ കയ്യിൽ ഒരു 40-50,000 സംഭവങ്ങൾ എത്തി. പക്ഷേ ഇത് മൊത്തം ഞാൻ ബാക്കി എൻ്റെ അക്കൗണ്ടിൽ 100 80 അങ്ങനത്തെ എത്ര ഉള്ളായിരുന്നു. ഇത് മൊത്തം ഞാൻ ഇപ്പോഴും അതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചിരിക്കണം. ഞാൻ എന്നിട്ട് BNIയിൽ എന്നെ ചേർത്തി ആളടുത്ത് പറഞ്ഞു, ഇക്ക എൻ്റെ എല്ലാം ഞാൻ കൊടുത്തിട്ട് തിരിച്ച് കിട്ടൂലേ എന്നുള്ളത്. കിട്ടും ഒക്കെ കാര്യം ഉണ്ടാവും എന്നുള്ളത്. പക്ഷെ ഓൺലൈനിൽ നമ്മൾ പിച്ചിങ് ഒക്കെ ആണല്ലോ, നമുക്ക് BNIയിൽ ഈ ഫീച്ചർ പ്രസന്റേഷനും കാര്യങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ അപ്പോൾ അതൊക്കെ നമ്മൾ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. പക്ഷെ ഇതിൽ ട്വിസ്റ്റ് എന്ന് പറഞ്ഞാൽ എൻ്റെ HOD സാറിൻ്റെ അടുത്ത് ഞാൻ ഈ കഥ പറഞ്ഞപ്പോൾ HOD സാറിനെ ഞാൻ കൺവിൻസ് ചെയ്തു. ആള് ട്യൂസ്ഡേസ് എനിക്ക് ഫസ്റ്റ് പീരീഡ് അറ്റൻഡൻസ് വെറുതെ തരാൻ തുടങ്ങി BNIക്ക് വേണ്ടിയിട്ട്. ഇത് ഏത് കോളേജാ ചെയ്യാ, ഇത് HOD സാറിന്റെ ഏറ്റവും വലിയ ക്വാളിറ്റി ആണെന്ന് പറയാം. അതായത് ഒരു നല്ലൊരു സ്റ്റുഡന്റിനെ ഐഡന്റിഫൈ ചെയ്ത് കഴിഞ്ഞിട്ട് അവർക്ക് വേണ്ടിയിട്ട് അവരെ ബിസിനസ്സിന് അവരെ ഫ്യൂച്ചറിന് വേണ്ടിയിട്ട് വാട്ട് ഈസ് ഗുഡ് ഫോർ ദ ഫ്യൂച്ചർ അവർ ചെയ്ത്. ഫസ്റ്റ് പീരീഡ് വരാതെ സെക്കൻഡ് പീരീഡ് മുതൽ വരാൻ തുടങ്ങി, ആഴ്ചയിൽ ഒറ്റ ദിവസം. അങ്ങനെ അതിന് സമ്മതിച്ചു. അപ്പൊ കൊച്ചിയിൽ പോയി തിരിച്ചു വരുമോ? അല്ലല്ല, ഓൺലൈൻ അല്ലേ, അതായത് ഹോസ്റ്റലിൽ ഇരിക്കും. ഞാൻ രാവിലെ ബെല്ലടിക്കുമ്പോൾ ക്ലാസ്സിൽ പോകേണ്ട ആവശ്യമില്ല. ഫസ്റ്റത്തെ പീരീഡ് കഴിഞ്ഞിട്ട് ഞാൻ സെക്കൻഡ് പീരീഡ് പറ്റുള്ളൂ. ഈ സപ്പോർട്ട് എനിക്ക് കോളേജിൽ നിന്ന് കിട്ടാൻ തുടങ്ങി. പിന്നെ അതിന് ശേഷം ഒരു പ്രാവശ്യം എൻ്റെ ഒരു ഫീച്ചർ ഇതിൽ വന്ന് ഇന്ത്യൻ എക്സ്പ്രസ്സിൽ ഒരു ഹാഫ് പേജിൽ കംപ്ലീറ്റ് എന്നെ പറ്റിയിട്ടുള്ള റൈറ്റപ്പ്, ഞാൻ ചെയ്ത വർക്കുകളും കാര്യങ്ങളൊക്കെ, അങ്ങനത്തെ ഒരു ഓപ്പർച്യൂണിറ്റി ആണ്. അത് കോളേജിൽ കുറച്ചും കൂടെ ഒരു നല്ലൊരു വിസിബിലിറ്റി കിട്ടി. അതിൻ്റെ ശേഷം പിന്നെ നല്ലൊരു വാല്യൂ കൂടി. പിന്നെ ഓക്കെ, ആൾക്കാർക്ക് മനസ്സിലായി എഞ്ചിനീയറിംഗ് എൻ്റെ പറഞ്ഞ പണിയല്ല, അത് സാറുമാർക്ക് മനസ്സിലായി. ഇനി എൻ്റെത് കുറച്ചും കൂടെ ഒരു മാർക്കറ്റിംഗ് ഈ ഒരു ഓറിയന്റഡ് ആണ് എന്നുള്ളൊരു ഏകദേശം ഇവർക്കൊരു ഐഡിയ കിട്ടി. അപ്പോൾ അതിന് നല്ല സപ്പോർട്ട് തരാൻ തുടങ്ങി. എനിക്ക് ആ കോളേജിൽ പഠിക്കുന്ന സമയത്ത് ഒരു പ്രാവശ്യം എനിക്ക് ദുബായിലേക്ക് വരാനുള്ളൊരു ഓപ്പർച്യൂണിറ്റി, ദുബായിലേക്ക് വരണം എന്നുള്ളത് എൻ്റെ ഭയങ്കര ആഗ്രഹമായിരുന്നു കോളേജിൽ പഠിക്കുന്ന സമയത്ത്, അതും സ്വന്തം പൈസക്ക് വരാന്നുള്ളത്. ഞാൻ 2009 ഐ വാസ് ആക്ച്വലി ബോൺ ആൻഡ് ബ്രോട്ട് അപ്പ് ഇൻ അബുദാബി. ഓക്കെ, 2000 ഞാൻ ജനിച്ചത്. 2000 മുതൽ 2009 വരെ നമ്മൾ ഫാമിലി എല്ലാവരും ഇവിടെ അബുദാബി ബേസ്ഡ് ആയിരുന്നു. 2009 നമ്മൾ തിരിച്ച് നാട്ടിലേക്ക് പോയത്. അതിനുശേഷം ഞാൻ അബുദാബിയിലേക്ക് വരുന്നത് 2016 എൻ്റെ 10th സ്റ്റാൻഡേർഡ് കഴിഞ്ഞപ്പം എൻ്റെ ബ്രദർ ഇവിടെ വർക്ക് ചെയ്യുന്ന സമയത്ത് എന്നെയും എൻ്റെ അനിയനെയും ഇക്കാക്ക അബുദാബിയിലേക്ക് കൊണ്ടുവന്നു. അപ്പം അവിടെ കാരണം അബുദാബിയിൽ ജനിച്ചുകൊണ്ട് നമുക്ക് എപ്പോഴും ഒരു ഇതുണ്ട്, തിരിച്ചിവിടെ എത്തണം നമുക്ക്. കാരണം ഐ ഹവ് ബീൻ ഹിയർ ഇൻ മൈ ഹോൾ ലൈഫ്, ജനിച്ചതും വളർന്നതും പഠിച്ചതൊക്കെ അവിടെ ഇവിടെ അബുദാബിയിലായതുകൊണ്ട് നമുക്കൊരു തിരിച്ച് ഈ സ്ഥലത്തേക്ക് തന്നെ എത്തണം. അത്രയും ഈ സ്ഥലത്തിനോട് ഭയങ്കര ഒരു ഇഷ്ടം ഉണ്ടായിരുന്നു. അങ്ങനെ ആ ഇഷ്ടം കൊണ്ട് 2016 പോയപ്പോൾ ആ ഇഷ്ടം പിന്നെയും കൂടി. പക്ഷെ തിരിച്ച് ഇങ്ങോട്ടേക്ക് വരാനുള്ള ഓപ്ഷൻ ഇല്ല, കാരണം അപ്പത്തേനും ഉപ്പയും നമ്മളെല്ലാവരും നാട്ടിലാണ്, ഇക്കാക്ക മാത്രമേ ഉള്ളൂ ഇവിടെ. അപ്പൊ അങ്ങനെ നിൽക്കുന്ന സമയത്താണ് കോണ്ടന്റ് ക്രിയേഷൻ ത്രൂ ഓപ്പർച്യൂണിറ്റീസ് കിട്ടിയതും. എന്തോ ഓപ്പർച്യൂണിറ്റി കിട്ടിയേ? നമ്മൾ ഈ പറഞ്ഞ വ്ളോഗിങ് ത്രൂ ഞാൻ പുതിയൊരു പ്രൊജക്റ്റ് ആയിട്ട് ഒരു ടീമിനെ ഞാൻ അപ്രോച്ച് ചെയ്ത്. അതായത് ഞാനൊരു ട്രിപ്പ് പോകുന്നുണ്ട്, സ്പോൺസർ ചെയ്യാൻ തയ്യാറാണോ എന്നുള്ള രീതിയിൽ. അങ്ങനെ എൻ്റെ ഒരു ട്രിപ്പ്, അതായത് ദുബായ് ട്രിപ്പാണ്, ഞാനൊരു പാക്കേജ് ആക്കി. എന്നിട്ട് ഞാൻ പറഞ്ഞു, ഈ ട്രിപ്പിൽ ഞാൻ പോവാണെങ്കിൽ ഞാൻ ഇങ്ങനെയൊക്കെ ചെയ്യും, പോകുന്നതിന് മുമ്പ് നിങ്ങളെ വീഡിയോ, നിങ്ങളെ ബ്രാൻഡിന്റെ വീഡിയോ, പോയതിന്റെ ശേഷം ഇത്ര സ്റ്റോറീസും വീഡിയോകളൊക്കെ ചെയ്യാന്നുള്ളത്. അങ്ങനെ അത് ആണ് അങ്ങനെ ഒരു ടീം ഓക്കെ എന്ന് പറഞ്ഞു. കാരണം നമ്മൾ സംസാരിച്ച്, അതെ, ബേസിക്കലി എനിക്ക് അതിൻ്റെ അകത്ത് മനസ്സിലായി, നമ്മൾ സംസാരിക്കണം, നമ്മൾ ചോദിക്കണം, സംസാരിച്ചേ പറ്റൂ. ഓക്കെ, ഇത് ഇപ്പൊ നമ്മൾ ഫുള്ള് സക്സസ് സ്റ്റോറീസാ പറയുന്നത്. ഇത് ചോദിച്ചപ്പോ നോ കിട്ടിയ ഇഷ്ടം പോലെ ഉണ്ടാവുമല്ലോ, അത് നിന്റെ കൂടെ പറയണം. എനിക്കത് പറയാൻ ഒരു മടിയില്ല. നോ ഒക്കെ കിട്ടുന്നതിന് ഇപ്പൊ ഞാൻ എത്ര ആൾക്കാരോട് ചോദിച്ചിരിക്കണ്, അതിൻ്റെ അകത്ത് കിട്ടണത് മാത്രമാണല്ലോ വർക്ക്ഔട്ട് ആവണത്. കാരണം ഇപ്പൊ ഞാൻ ദുബായിലേക്ക് പോണ സംഭവം തന്നെ ഞാൻ വേറെയും 1-2 ആൾക്കാരുടെ പറയുമ്പോൾ തന്നെ ഒറ്റയടിക്ക് ഇല്ലാന്ന് പറയും. ഇപ്പൊ ഗിവ് അവേന്റെ കാര്യത്തിലാണെങ്കിൽ തന്നെ പല ആൾക്കാരുടെ പറയുമ്പോൾ ഗിവ് അവേ അറിയും കൂടെ ഇല്ല. ചില ആൾക്കാരോട് നമുക്ക് സംസാരിക്കാൻ തന്നെ മടിയായിരിക്കും. അതെ, കറക്റ്റ്. അതെന്തായാലും ഉണ്ടാവും. അതൊക്കെ ഇതിന്റെ ഒരു പാക്കേജ് ആണ്. അപ്പൊ എങ്ങനെയാണ് ആ റിജക്ഷൻ ഹാൻഡിൽ ചെയ്യുന്നത്? അത് റിജക്ഷൻ വന്നു കഴിഞ്ഞാണെങ്കിൽ ഓക്കെ, നോ പ്രോബ്ലം, അടുത്ത ആളടുത്തേക്ക് പോവാ, അത്ര തന്നെ. അല്ലാതെ കല്ലി നിങ്ങളില്ലെങ്കിൽ അടുത്ത ആള്, അത്രേ ഉള്ളൂ. നിങ്ങൾക്ക് പോയി നല്ലൊരു സാധനമാണ്. ഇറ്റ്സ് ഓൾ അബൌട്ട് കൊളാബറേഷൻ. ഇനി നിങ്ങൾ ചെയ്തിട്ടില്ല നിങ്ങൾക്ക് നഷ്ടം എന്നുള്ളൊരു മൂഡാണ്. കാരണം ലോകത്ത് ആ ഒരു മൂഡ് എവിടുന്നാണ്? അതൊരു മൈൻഡ് സെറ്റ് ആണല്ലോ. അതെങ്ങനെയായിരിക്കാം? ആ ട്രോള് കാരണമാണോ? പണ്ടത്തെ ട്രോള് കാരണമാണോ? ട്രോള് നമ്മളെ സ്ട്രോങ് ആക്കും. കാരണം ട്രോളിൽ ഒരിക്കലും റിജക്ഷൻസ് അല്ല, കളിയാക്കലുകളാണ്. അതെ.
പക്ഷെ ഈ റിജക്ഷൻ എന്നുള്ളത് നമ്മളെല്ലാ വാതിലും മുട്ടും. അതായത് ഇപ്പൊ ഞാൻ ഹോട്ടൽസിന് പിച്ച് ചെയ്യുകയാണെങ്കിലും എന്ത് ചെയ്യുകയാണെങ്കിലും ഞാനൊരു ഹോട്ടലിനടുത്ത് ഞാൻ അന്ന് മുതലേ അതായത് ഇത്രയും ഹോട്ടലായിട്ട് സംസാരിക്കും, അതിൻ്റെ അടുത്ത് എനിക്ക് റിസോർട്ട് കിട്ടുന്ന ചിലപ്പോൾ ഒറ്റൊന്നായിരിക്കും. ദാറ്റ് ഈസ് ഓൾ അബൌട്ട് റിജക്ഷൻ. നിങ്ങൾ നേരത്തെ കേട്ടത് എനിക്ക് ഒരു റിസോർട്ട് കിട്ടി, അല്ലാതെ ഞാൻ പിച്ച് ചെയ്ത ഒരേ ഒരു റിസോർട്ടാണ് എനിക്ക് കിട്ടിയതല്ല. ഞാൻ പല ആൾക്കാരുമായിട്ട് സംസാരിച്ചിട്ടുണ്ട്. ഐ ഹവ് ടോക്ക് ടു ലൈക്ക് 10-20 റിസോർട്ട്സ്. അതിൻ്റെ അടുത്ത് റിപ്ലൈ ചെയ്യുന്നത് തന്നെ ഇപ്പോൾ 20 ആൾക്കാരെ ആയിട്ട് ഞാൻ സംസാരിച്ച് കഴിഞ്ഞാണെങ്കിൽ പോസിറ്റീവ് റെസ്പോൺസ് കിട്ടുന്നതിൽ അതിൻ്റെ അടുത്ത് 10 ആൾക്കാരായിരിക്കും. അതിൻ്റെ അടുത്ത് ഇരിക്കാൻ ഞാൻ പറയുന്നത് കേൾക്കാൻ തയ്യാറാവുന്നത് 5 ആൾക്കാരായിരിക്കും. അതിൻ്റെ അടുത്ത് കൺവേർട്ട് ആവുന്നത് ഒരാളായിരിക്കും. സോ റിജക്ഷൻ റേറ്റ് ഇസ് 90% or 99%. പക്ഷേ ഐ എം ഓൾവേസ് ലുക്കിംഗ് ഫോർ ദാറ്റ് 1%. കാരണം അത് ഫോക്കസ് ചെയ്ത് കഴിഞ്ഞാണെങ്കിൽ അല്ലാതെ നമ്മളിപ്പോൾ ഇന്ന് റിജക്റ്റ് ആയി കഴിഞ്ഞ് കാരണം നിർത്തി. അതെ, മറ്റേതാ ഞാൻ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് ഞാൻ പറഞ്ഞല്ലോ ആ അക്കൗണ്ട് പേജ് തുടങ്ങി അക്കൗണ്ട് പൂട്ടി കഴിഞ്ഞു. എനിക്ക് വേണമെങ്കിൽ അന്നേ അവിടെ ഇരിക്കുക. ശരിയാ, ഇനി ചെയ്യാണ്ട് കാരണം നടക്കുന്ന കാര്യമല്ല. അടുത്ത പരിപാടി നാളെ അടുത്ത പരിപാടി പക്ഷെ അത് അവിടെ നടന്നിട്ട് പിന്നെ പൂട്ടേണ്ടി വന്നതാണ്. അതെ അതെ, യെസ്. അപ്പൊ അതുകൊണ്ട് ദാറ്റ് ഈസ് ഓൾ അബൌട്ട് റിജക്ഷൻ. ലൈഫിൽ റിജക്ഷൻ ഇഷ്ടം പോലെ കിട്ടിയിട്ടുണ്ട്. അതുകൊണ്ട് റിജക്ഷൻ ഒരു ഹരമായി മാറി. ഇന്ന് ഞാൻ എങ്ങനെ റിജക്റ്റഡ് ആവും, അതെ, ലൈനിൽ പിടിക്കണം. അതെ. പിന്നെ നമ്മൾ ഈ റിജക്ഷൻ കിട്ടുന്ന സംഭവങ്ങൾ നമ്മൾ ഒന്നും കൂടെ ഒന്ന് ആലോചിക്കും, എന്തുകൊണ്ട് ഞാൻ ഇത് റിജക്റ്റ് ആയി, അവരെന്താണ് നമ്മളെ അടുത്തൊന്നും പ്രതീക്ഷിച്ചിരുന്നത്, അല്ലെങ്കിൽ എന്തുകൊണ്ട് അതേ നോക്കും. ചില ആൾക്കാർക്ക് ഒന്നെങ്കിൽ തീരെ ഇൻട്രസ്റ്റ് ആവാനായിട്ടായിരിക്കും, ചില ആൾക്കാർക്ക് ഞാൻ ചോദിക്കുന്ന പൈസ തരാൻ പറ്റാത്തത് കൊണ്ടായിരിക്കും, ചില ആൾക്കാർക്ക് ഞാൻ പറയുന്നത് മനസ്സിലാവാത്തതുകൊണ്ടായിരിക്കും. അങ്ങനെ there are multiple factors. അപ്പം അത് നമ്മൾ ഓരോന്ന് അനലൈസ് ചെയ്യാൻ നോക്കും. അപ്പം നമ്മൾ ഓരോ പ്രാവശ്യം നെക്സ്റ്റ് ആളടുത്തേക്ക് പോകുമ്പോൾ വി ട്രൈ മേക്കിംഗ് ഇറ്റ് ബെറ്റർ. നമ്മൾ പിച്ച് കുറച്ചും കൂടെ നന്നാക്കാൻ നോക്കും. അങ്ങനെ ഇവരായിട്ട് ഞാൻ പിച്ച് ചെയ്ത് എൻ്റെ ട്രിപ്പ് അവർ സ്പോൺസർ ചെയ്യാന്ന് പറഞ്ഞ് 50,000 rupees ഒറ്റയടിക്ക് ഒരു ടീമിനെടുത്ത് തന്നു. കാരണം എൻ്റെ ₹50,000 അല്ല, ടോട്ടൽ 50,000 rupees ആണ് അവർ തരുന്നത്. അത് വെച്ചിട്ടാണ് ഞാൻ ഫുള്ള് ട്രിപ്പ് ചെയ്യേണ്ടത്. അപ്പം വൈ നോട്ട്, അപ്പ് ആൻഡ് ഡൗൺ ടിക്കറ്റ്സും സംഭവങ്ങളൊക്കെ. ഇനി ആ ട്രിപ്പിന് വേണ്ടിയിട്ടുള്ള എന്താണ് ആവശ്യം? ഡ്രസ്സുകൾ വേണമല്ലോ. ഞാൻ റാൻഡംലി അന്ന് ട്രെൻഡിങ് ആയിരുന്ന ഒരു ക്ലോത്തിങ് ബ്രാൻഡ് ഉണ്ട് കേരളത്തിൽ. അവരെ ഞാൻ വെറുതെ അതിൻ്റെ ഓണറിനെ ഞാൻ മെസ്സേജ് അയച്ചു. എഗെയിൻ കോൾഡ്, ഇപ്പൊ പറയാം, അതെ, കോൾഡ് പിച്ചിങ് ഓർ കോൾഡ് കോളിംഗ് സ്റ്റഫ് അറിയില്ല. അതെ, അന്ന് ഇതൊന്നും അറിയില്ല. ഞാൻ അപ്രോച്ച് എ ലോട്ട് ഓഫ് പീപ്പിൾ. നെറ്റ്വർക്കിംഗ് ഇസ് എവറിത്തിങ്. ഞാൻ റാൻഡംലി മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നീ നഷ്ടമുണ്ടോ? ഇല്ല. എനിക്ക് നീ നഷ്ടമുണ്ടോ? ഒരു എത്ര ഒരു മിനിറ്റ് പോവുള്ളൂ. പക്ഷെ കിട്ടിക്കഴിഞ്ഞാൽ എനിക്കൊന്ന് ആളെന്ന് മുന്നിലൊന്ന് കിട്ടിക്കഴിഞ്ഞിട്ട് പിന്നെ അതിൻ്റെ മുകളിൽ എനിക്ക് ബിൽഡപ്പ് ചെയ്തെടുക്കാം. കറക്റ്റ്. അങ്ങനെ ഞാനൊരു മെസ്സേജ് അയച്ച് ഹി റെസ്പോണ്ടഡ്, ലെറ്റ്സ് മീറ്റ്. ദാറ്റ്സ് ഓൾ ഐ വാണ്ടഡ്. എനിക്ക് ഒരാളെ മുന്നിൽ, ഞാൻ നേരത്തെയും പറഞ്ഞു, എനിക്ക് മുന്നിലൊന്ന് കിട്ടിയാൽ മതി. പിന്നെ എനിക്ക് മനസ്സിലാവും ആള് താല്പര്യം ഉണ്ടോ ഇല്ല എന്നുള്ളത്. അങ്ങനെ ആളെ കണ്ട് സംസാരിച്ച് ഞാൻ അവിടെയും ഒരു പിച്ച് ഞാൻ ചെയ്ത്. അങ്ങനെ അതിൻ്റെ എൻഡ് പാർട്ട് ഞാൻ പറഞ്ഞുതരാം. ആ ട്രിപ്പിലുള്ള എല്ലാ ദിവസത്തെ ഡ്രസ്സുകളും ഇവർ സ്പോൺസർ ചെയ്ത്. അപ്പൊ ഇത് മീൻസ് റിജക്ഷൻ കിട്ടുമ്പോ ഡു യു ഫീൽ സാഡ്? ഡിഡ് യു ഫീൽ സാഡ് വെൻ ഏർലി ടൈംസ്? കാരണം യെസ്, സാഡ് ആവും. നമുക്ക് എന്തൊരു നമ്മൾ ഏതൊരാടുത്ത് പോകുമ്പോൾ വലിയ പ്രതീക്ഷയിലാണ് പോകുന്നത്. ഏതൊരാണെങ്കിലും എന്താണെങ്കിലും ഞാൻ വലിയ പ്രതീക്ഷയിലാണ് പോകുന്നത്. അത് കിട്ടിയില്ലെങ്കിൽ യെസ് ഓഫ് കോഴ്സ് കിട്ടിയില്ലല്ലോ എന്നുള്ളൊരു വിഷമം ഉണ്ടാവും. പക്ഷെ ഞാൻ ആ വിഷമം ഉണ്ടാക്കിയിട്ട് വെച്ചിട്ട് അവിടെ ഇരിക്കൂല. നോ, എത്രയും പെട്ടെന്ന് അത് എനിക്ക് കിട്ടിയേ പറ്റൂ. അപ്പൊ അടുത്ത ആളത്തേക്ക് പോകണം. അതായിരിക്കണം മൈൻഡ് സെറ്റ്. മൈൻഡ് സെറ്റ്. അല്ലാതെ എനിക്ക് അതിന്റെ മുകളിൽ ഞാൻ ആ റിജക്ഷൻ കിട്ടി എനിക്ക് അവിടെ ഒരു ഒറ്റ ഇരുത്തിരിക്കുക. ഇനി ആ ആഴ്ച ആ റിജക്ഷൻ ആലോചിച്ചിരിക്കണമെങ്കിൽ ഇരിക്കുക. എനിക്ക് സമയമില്ല. ഞാൻ ഉദ്ദേശിച്ച സാധനം നടക്കുന്നുണ്ടെങ്കിൽ അടുത്ത ആളെ പിടിക്കണം. കറക്റ്റ്. അപ്പം കാരണം ഇതിലുണ്ടല്ലോ എനിക്ക് മാത്രമല്ല ഗുണം. കാരണം ഈ പറഞ്ഞ എന്തൊരു സംഭവമാണെങ്കിലും എനിക്കും ഗുണമുണ്ട്, നിങ്ങൾക്കും ഗുണമുണ്ട്. അല്ലാതെ ഞാൻ ഇതായിട്ടില്ല. ഞാൻ ഇപ്പോൾ നിങ്ങളുടെ അടുത്ത് വന്ന് പറയാം, അതായത് എനിക്ക് ഇന്ന് രാത്രി ഇവിടുത്തെ ഒരു റെസ്റ്റോറൻറ്റിൽ പോകണം, എനിക്കൊരു 500 dirhams നിങ്ങൾ തരണം. നിങ്ങൾക്ക് അതിൻ്റെ ഒരു കാര്യമില്ല. തരുമോ? ഇല്ല. പക്ഷേ ഞാൻ പറയാം, ഞാൻ ഇങ്ങനത്തെ ഒരു റെസ്റ്റോറൻറ്റിൽ പോയി കഴിഞ്ഞാണെങ്കിൽ നിങ്ങൾക്കും ഗുണം കിട്ടുന്ന ഒരു സംഭവം, നിങ്ങളെ ബ്രാൻഡിനെ ഞാൻ ഈ റെസ്റ്റോറൻറ്റിന്റെ വീഡിയോയിൽ എവിടെയെങ്കിലും പ്ലേസ് ചെയ്യാം എന്നുള്ളതൊക്കെ പറയുകയാണെങ്കിൽ കറക്റ്റ്, നിങ്ങൾക്കും ഒരു ഇൻട്രസ്റ്റ് ഉണ്ടാവും. കറക്റ്റ്. അപ്പം അങ്ങനെ നിങ്ങൾക്കും കാര്യമാണ്, എനിക്കും കാര്യമാണ്. അങ്ങനെ യു സ്റ്റാർട്ട് ടോക്കിംഗ് ടു പീപ്പിൾ, ദെൻ ഓൺലി യു വിൽ അണ്ടർസ്റ്റാൻഡ്. എനിക്ക് തോന്നുന്നത് അത് അവിടെയാണ് നമ്മളെ കോണ്ടന്റ് ക്രിയേറ്റേഴ്സിന് ഒരു പ്രശ്നമുള്ളത്. അതായത് നമ്മളിങ്ങനെ കോണ്ടന്റ് ഇടും, പക്ഷെ അത് നമ്മളെ തേടി വന്നോളണമെന്നില്ല. ഒരിക്കലും ഇല്ല. യു ഷുഡ് സേ ദാറ്റ് ഐ ആം റെഡി ഫോർ ഇറ്റ്. അല്ലേ? അങ്ങോട്ട് പോയി അപ്രോച്ച് ചെയ്യണം. പക്ഷെ റിജക്ഷൻ കിട്ടുമ്പോൾ
കല്ലിപ്പല്ലി അടുത്തത് നോക്കുക. അതെ, പക്ഷെ നമ്മൾ ഒരു സമയം വരെ നമ്മൾ അപ്രോച്ച് ചെയ്ത് കഴിഞ്ഞാണെങ്കിൽ പിന്നീട് ട്രസ്റ്റ് മീ, ബ്രാൻഡ്സ് വിൽ റീച്ച് ഔട്ട് ചെയ്യൂ. ബ്രാൻഡ്സ് വിൽ കണ്ടിന്യൂസ്ലി റീച്ച് ഔട്ട് ചെയ്യും. ഞാൻ ഒരു ടൈം വരെ ഞാൻ അപ്രോച്ച് ചെയ്തിട്ടുള്ളൂ. പിന്നെ അതിന് ശേഷം ഓട്ടോമാറ്റിക്കലി എല്ലാ ബ്രാൻഡ്സും നമ്മൾ ഇങ്ങോട്ടേക്ക് അവർ ലിസ്റ്റിൽ കയറും. കാരണം ഞാൻ നേരത്തെ പറഞ്ഞ വി ഫോക്കസ് ഓൺ റിയലി ഗുഡ് കോണ്ടന്റ്, ഡെലിവറിങ് ദി ബെസ്റ്റ്. നല്ല കോണ്ടന്റ് ക്രിയേറ്റ് ചെയ്യുക, അതെങ്ങനെ ഇമ്പ്രൂവ് ചെയ്യുക, ഓരോ വീഡിയോ കഴിയുമ്പം അതെങ്ങനെ ബെസ്റ്റ് ആക്കി മാറ്റാം എന്നുള്ളതാണ് ആലോചിക്കുന്നത്. കാരണം ഇപ്പൊ തന്നെ എൻ്റെ ഫസ്റ്റത്തെ വീഡിയോ എടുത്ത് കഴിഞ്ഞാണെങ്കിലും ഞാനിപ്പോൾ ലേറ്റസ്റ്റ് ചെയ്ത വീഡിയോ കണ്ടു കഴിഞ്ഞാണ്ടല്ലോ, അതിൻ്റെ ഒരു മാസീവ് ചേഞ്ച് കാണാം ഉണ്ടാവും. സോ ഇറ്റ് ഈസ് അബൌട്ട് ബീങ് ദ ബെസ്റ്റ് ഇൻ വാട്ട് യു ഡു. അപ്പം റിജക്ഷൻ കിട്ടി നമുക്ക് എപ്പോഴും ഏതെങ്കിലും ഒരു സമയത്ത് എന്തായാലും അതിൻ്റെ ഒരു പോസിറ്റീവ് കിട്ടും. അങ്ങനെ ഈ ട്രിപ്പിൽ എൻ്റെ ഫുൾ ട്രിപ്പും സ്പോൺസർ ചെയ്യാൻ പറ്റി. ഡ്രസ്സും കിട്ടി. അതും ഏറ്റവും ബെസ്റ്റ് ബ്രാൻഡാണ്. ഞാൻ ബ്രാൻഡിൻ്റെ പേരുകളൊന്നും ഞാനിപ്പം പറയുന്നില്ല. അപ്പം നല്ലൊരു ബ്രാൻഡാണ്. അവർ കംപ്ലീറ്റ് ഡ്രസ്സ് സ്പോൺസർ ചെയ്ത്. അങ്ങനെ ഞാൻ സ്വന്തം പൈസക്ക് കോളേജ് പഠിക്കുമ്പം ആദ്യമായിട്ട് ഞാൻ ദുബായിലേക്ക് പോയി. ദാറ്റ് വാസ് എ ബിഗ് അച്ചീവ്മെന്റ് ഫോർ മീ. അതായത് വീട്ടിൽ നിന്ന് ₹1 ചോദിക്കാതെ എൻ്റെ സ്വന്തം പൈസക്ക് ദുബായിലേക്ക് പോകാന്നുള്ളത്. പക്ഷെ ഇതിൻ്റെ ഏറ്റവും അടുത്ത കോമഡി ഭാഗം എന്ന് പറയുന്നത്, ഈ ദുബായിലേക്ക് പോകുന്ന ഡേറ്റ് എപ്പോഴാണ് അറിയോ? എൻ്റെ 8th സെമിസ്റ്റർ തുടങ്ങുന്ന ആദ്യത്തെ ദിവസം. അയ്യോ, അടിപൊളി. HOD വീണ്ടും സമ്മതിച്ചു, പെർമിഷൻ വാങ്ങി. HOD സമ്മതിച്ചു. ഞാൻ പറഞ്ഞ ഒരു 10 days, ഒരു 10 ദിവസം സമ്മതിച്ച്. അത് HODനെ ഞാൻ ശരിക്കും സമ്മതിക്കണം. ആള് ഞാൻ പറഞ്ഞു, കാരണം ഞാൻ പറഞ്ഞു എന്തായാലും എൻ്റെ പഠിപ്പിനെ ബാധിക്കാത്ത രീതിയിൽ ഞാനത് കവർ ചെയ്തോളാം. തിരിച്ചു വന്നിട്ട് ഞാൻ എന്തായാലും എൻ്റെ മുകളിൽ ഇരുന്നോളാം. കാരണം 8th സെമ്മിൻ്റെ ഫസ്റ്റ് ഡേ ആണ് ഞാൻ 10 ദിവസത്തേക്ക് പോയി തിരിച്ചു വരുന്നത്. അങ്ങനെ പോയി തിരിച്ചു വന്ന് അന്ന് എക്സ്പോ 2020 നടക്കുന്ന ഒരു സമയമാണ് 2020. അപ്പൊ ഇത് പണ്ടേ തുടങ്ങിയിട്ടുണ്ട്. ട്രാവൽ ഭയങ്കര ഇഷ്ടമാണ്. ഓഫ് കോഴ്സ്. അപ്പൊ ആദ്യം ട്രാവലിന് ആര് അത് സ്പോൺസർ ചെയ്യും നോക്കും. അത് കിട്ടിക്കഴിഞ്ഞാൽ ഇനി ട്രാവലിന് എന്താണ്, ഡ്രസ്സ് വേണം. ഓക്കെ, ഇനി ഡ്രസ്സ് കണ്ടുപിടിക്കണം. അത് കഴിഞ്ഞാൽ ഹോട്ടലിൽ പോയിട്ട് ഹോട്ടലിൽ ഇനി അത് വേണം, അവർക്ക് വിച്ച് ചെയ്യും. ഇനിയിപ്പോൾ ഫുഡ് കഴിക്കണമല്ലോ, ഫുഡ് ഫുള്ള് സെറ്റ്. ഇപ്പം അടുത്ത ആരുമായിട്ടാണ് നിങ്ങൾ കൊളാബറേറ്റ് ചെയ്തത്? എയർ ഏഷ്യ. ഫ്ലൈറ്റും ഫ്രീ. ഫ്ലൈറ്റ് എല്ലാ ടെൻഷൻ തന്നെ കേട്ടോ. അങ്ങനെ അത് കംപ്ലീറ്റ് ഫ്രീ. ഒരു കാശും തന്നില്ലേ എയർ ഏഷ്യ? എയർ ഏഷ്യ പൈസ തന്നു. യെസ്. ഈ പൈസ ഒക്കെ വെക്കണേ, വേണം മാനേജ് ചെയ്യാൻ. ഞാൻ വേണമെങ്കിൽ മാനേജറായിട്ട് കൂടാ. ഇല്ല, അത്ര അങ്ങനെ പൈസ ഒന്നും ഞാൻ അങ്ങനെ എടുത്തു വെക്കുന്ന പരിപാടി ഇല്ലതൊക്കെ ഞാൻ പൊട്ടിക്കും. ഞാനുള്ളത് അങ്ങനെ തന്നെ പൊട്ടിക്കും. ഇറ്റ്സ് ഓൾ അബൌട്ട് റീഇൻവെസ്റ്റിംഗ് ഈവൻ നൗ. കാരണം ഞാൻ iPhone 5s ആയിരുന്നു എൻ്റെ സമയത്ത് ഉള്ളത്. ഞാൻ ഐഫോണിൻ്റെ ശരിക്കും എനിക്ക് ഭയങ്കര വലിയൊരു ഭ്രാന്തുണ്ട് ഐഫോണിൻ്റെ. അങ്ങനെ iPhone 5s എന്നും എൻ്റെ ഹോസ്റ്റലിൽ പഠിക്കുന്ന സമയത്തായിരുന്നു എനിക്ക് കറക്റ്റ് 5s ഉള്ളത്. 5s എന്നും നെക്സ്റ്റ് ഒരു iPhone 6s, പിന്നെ 7, പിന്നെ 10, 11 Pro, 12 Pro, 13 Pro, 14 Pro. ഈ ചേഞ്ച് എൻ്റെ കോളേജിൽ എൻ്റെ ഹോസ്റ്റൽ മേറ്റ്സ് ശരിക്കും കണ്ടിട്ടുണ്ട്. കാരണം നമ്മൾ ഹോസ്റ്റലിൽ പഠിക്കുന്ന സമയത്ത് ഏറ്റവും കൂടുതൽ പബ്ജിൻ്റെ ഒരു ടൈമായിരുന്നു അത്. കറക്റ്റ്. പക്ഷെ അന്ന് എനിക്ക് പബ്ജി കളിക്കാൻ പറ്റില്ലായിരുന്നു, കാരണം എൻ്റെ 5s ആയിരുന്നു. അതിൻ്റെ ഉള്ളിൽ പബ്ജി പോയിട്ട് മറ്റേ താങ്ങൂല. ആംഗ്രി ബേർഡ് പോലും എനിക്ക് താങ്ങൂല. ആംഗ്രി ബേർഡിനെ എങ്ങനെയൊക്കെയോ പബ്ജി ഒന്നും ഒരിക്കലും നടക്കൂല, കാരണം ചെറിയ GB ഫോണ്. പക്ഷെ നമ്മൾ ആസ് വി ഫോക്കസ് ഓൺ അതർ പോയിന്റ്സ്, നമുക്ക് പൈസ വരുമ്പം നമ്മൾ അത് അപ്ഗ്രേഡ് ചെയ്തുകൊണ്ടേയിരിക്കും. ശരിയാണ്. അങ്ങനെ പബ്ജി കളിക്കുന്ന ഫോണിലേക്കൊക്കെ മാറാൻ പറ്റി. അങ്ങനെ 8th സെം ഈ 10 ദിവസം ദുബായൊക്കെ കഴിഞ്ഞ് തിരിച്ചു വന്ന് അതങ്ങനെ പോവാണ്. BNI നടക്കുന്നുണ്ട് കോളേജിന്റെ പരിപാടികളൊക്കെ നടക്കുന്നുണ്ട്. ഹാപ്പി ആയിട്ട് അങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ സെമിസ്റ്റർ എല്ലാം കഴിഞ്ഞ് കോളേജിന്റെ ഒക്കെ, പിന്നെ ഞാൻ പറഞ്ഞല്ലോ ഈ എക്സ്പോന് വേണ്ടി വന്ന് ഫുൾ സ്പോൺസർ ആയിട്ട് ട്രിപ്പും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് തിരിച്ചെത്തി. ഓൾ ഗുഡ്, ഓൾ ഹാപ്പി, വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. പിന്നെ അങ്ങനെ പോകുന്ന ഇടയിലാണ് കോളേജ് കഴിഞ്ഞ് നിൽക്കുന്ന സമയത്താണ് പിന്നെ നെക്സ്റ്റ് ഇനി എന്ത് എന്നുള്ളൊരു കോൺസെപ്റ്റ്. കോളേജ് കഴിഞ്ഞാണെങ്കിൽ എന്തായാലും എല്ലാ പാരൻസും എൻ്റെ മുമ്പിലുള്ള സംഭവം എന്ന് പറഞ്ഞാണെങ്കിൽ ഇത്രയും സപ്ലി. കോളേജ് കഴിയുമ്പോൾ എൻ്റെ മുമ്പിൽ എത്ര 11 സപ്ലി ഉണ്ടായിരുന്നു. 11 പേപ്പേഴ്സ് ആണ് എനിക്ക് പെൻഡിങ്. 11 സപ്ലിയും ഒരു ഓഫർ ലെറ്ററും. 2 ഓഫർ ലെറ്ററും. 2 ഓഫർ ലെറ്ററും പിന്നെ കുറെ കച്ചവടവും. അതെ, കച്ചവടവും പിന്നെ കോണ്ടന്റ് ക്രിയേഷൻ ത്രൂ. പിന്നെ എനിക്ക് ഒരു കാര്യം ഞാൻ അന്നേ ഉറപ്പിച്ചു, എഞ്ചിനീയറിംഗിൽ ഞാൻ ഇനി പണിക്ക് പോകില്ല. കാരണം നമുക്ക് വരുന്ന പ്ലേസ്മെന്റ്സ് എല്ലാം മന്ത്ലി 20,000 രൂപ 15,000 രൂപയാണ് ശമ്പളം വരുന്നത്. ആ സമയത്ത് എനിക്ക് ഒരു സ്ഥലത്ത് റെസ്റ്റോറൻറ്റിൽ പോയി ഫുഡ് കഴിച്ച് ഞാൻ അതിന്റെ വ്ളോഗ് ചെയ്താണെങ്കിൽ 10,000 റുപ്പീസിന്റെ അടുത്ത് എനിക്ക് കിട്ടും. കറക്റ്റ്. 10,000 പാർട്ട് ടൈമിലാണ് ഇപ്പൊ അത് കിട്ടുന്നത്. എനിക്ക് അതിൽ വരുന്ന
അതിന്റെ ഗുണങ്ങൾ എന്ന് പറയുകയാണെങ്കിൽ ഞാൻ ഇഷ്ടമുള്ളപ്പോൾ ഉറങ്ങി നിൽക്കുന്നു, അതെ, ഇഷ്ടമുള്ളപ്പോൾ ഞാൻ പോകുന്നു. പണി എന്താ? ഫുഡ് കഴിക്കുക. പക്ഷേ ഇത് പുറത്ത് പറഞ്ഞെടുക്കാൻ പറ്റുന്നൊരു പണിയല്ലല്ലോ. കറക്റ്റ്. അത് പ്രത്യേകിച്ച് വീട്ടുകാർക്കൊക്കെ മോൻ എന്താ പണി, എഞ്ചിനീയറിംഗ് ഒക്കെ കഴിഞ്ഞ് ഫുഡ് കഴിച്ചെടുക്കാണ്. അതെ, തെണ്ടി നടക്കാണ് എന്നുള്ള സ്കീമാണല്ലോ. ആ പ്രഷർ എനിക്കും ഉണ്ടായിരുന്നു. +2 ഞാൻ വിചാരിച്ചെന്താണ്, നമുക്കിനി ഇത് കോണ്ടന്റ് ക്രിയേഷൻ ഇനി ഒരു ഫുൾ സ്വിങ്ങിലേക്ക് പോവാം എന്നുള്ളൊരു മൂഡിലായിരുന്നു. പക്ഷെ എവിടെ പോവാന്, എല്ലാരും വിളികളും ഇതൊക്കെ വരൂലേ. എഞ്ചിനീയറിംഗ് കഴിഞ്ഞ് ഇനി വേം പണിക്ക് കയറ്, സപ്ലി തീർക്ക്, പണിക്ക് കയറ്, സപ്ലി തീർക്ക്, ഇതന്നെ. അങ്ങനെ പണിക്ക് കയറാൻ തീരുമാനിച്ചു. എവിടെ? ബൈജൂസ്. യെസ്. അങ്ങനെ August 15 ഇൻഡിപെൻഡൻസ് ഡേ. കാരണം ഇത്രയും എനിക്ക് ഓർക്കാൻ കാരണം August 15 ഞാൻ ബാംഗ്ലൂരിൽ പോകണം. August 16 റിപ്പോർട്ടിംഗ് ഡേ. August 15 ഞാൻ ഇൻഡിപെൻഡൻസ് ഡേ അന്ന് ഞാൻ പണിക്ക്, അതായത് ബാംഗ്ലൂരേക്ക് വണ്ടി കയറി. എന്റെ ഇൻഡിപെൻഡൻസ് പോയ ദിവസം, അത്രയും കാലം ഞാൻ ഫുൾ ഫ്രീ ആയിട്ട് നടന്ന ഒരാളായിരുന്നു. അങ്ങനത്തെ ഞാൻ അവിടുന്ന് ഇതൊക്കെ എത്തുന്നതിന്റെ മുമ്പുണ്ടല്ലോ, ഈ കോളേജിന്റെ സമയത്ത് തന്നെ ഞാനൊരു ഓഫീസ് വരെ ചെറിയൊരു സെറ്റപ്പിൽ കോഴിക്കോട് ഞാൻ ഇട്ടുണ്ടായിരുന്നു. അതെന്ന് പറഞ്ഞാൽ ചെറിയൊരു റൂം, വേറൊരാളെ കൂടെ ഷെയറിങ് ഒന്നുമില്ല. എൻ്റെ വീഡിയോ എഡിറ്റർ വന്ന് വീഡിയോ എഡിറ്റിങ്ങും ഫുൾ ടൈം ചെയ്യുന്നു. അവനിക്ക് ഞാൻ സാലറി കൊടുക്കും എല്ലാ മാസവും. എൻ്റെ എഡിറ്റിങ്ങും കാര്യങ്ങളെല്ലാം നടക്കും. അതും ഒരു സൈഡിൽ നടക്കുന്നുണ്ടായിരുന്നു. അതുകൊണ്ട് കോണ്ടന്റ് ക്രിയേഷൻ ഒക്കെ, കാരണം എൻ്റെ മാർക്കറ്റിംഗ് റെസ്റ്റോറൻറ്റ്സിനൊക്കെ ചെയ്ത് കൊടുക്കുന്ന പരിപാടി ഉണ്ടല്ലോ, ദാറ്റ് ഈസ് മൈ അതർ സോഴ്സ് ഓഫ് ഇൻകം. റെസ്റ്റോറൻറ്റ്സിന്റെ മാർക്കറ്റിംഗ് നല്ല സ്വിംഗിൽ പോകുന്നുണ്ട്. അപ്പൊ അതിന്റെ കോണ്ടന്റ് ക്രിയേഷനും കാര്യങ്ങളൊക്കെ ഒരു സൈഡിൽ നടക്കണല്ലോ. അപ്പൊ എത്ര ടീം ഉണ്ട്? ഫുൾ ഫ്രീലാൻസേഴ്സ് ആയിട്ട് വർക്ക് ചെയ്യായിരുന്നു? ഫ്രീലാൻസേഴ്സ് ആയിരുന്നു. പിന്നെ ഞാൻ ഫുൾ ടൈം ആയിട്ട് ഹയർ ചെയ്യാൻ തുടങ്ങി. കാരണം വർക്കും ഫണ്ട് ഫ്ലോവും കാര്യങ്ങളൊക്കെ വരുന്നതനുസരിച്ച് ഐ സ്റ്റാർട്ടഡ് ഹയറിങ്. സോ ബൈ ദി ഏജ് ഓഫ് ലൈക്ക് 21-22 ആകുമ്പോഴത്തേനും ഐ ഹാഡ് ലൈക്ക് 3 people വർക്കിംഗ് ഫുൾ ടൈം. അതായത് ബൈജൂസിൽ പോകുന്നതിന്റെ മുമ്പ് ഫുൾ ടൈം ആയിട്ട് ഒരാള് ഫുൾ ടൈം ആയിട്ടുണ്ടായിരുന്നു. പിന്നെ ഫ്രീലാൻസ് ആയിട്ട് സമയം കിട്ടുമ്പോൾ വർക്ക് ചെയ്യുന്ന രീതിയിൽ. അങ്ങനെ ദാറ്റ് വെന്റ് വെൽ. ബൈജൂസിൽ കയറി അവിടെ ബാംഗ്ലൂരിൽ അങ്ങനെ ഒരു ഫ്ലോയിൽ അങ്ങനെ പോവായിരുന്നു. ആദ്യത്തെ ദിവസം കഴിഞ്ഞ് അവിടെ അമ്മാതിരി വലിയ ഓഫീസും പരിപാടികളൊക്കെയാണ് ഇവർക്കുള്ള ഒരു ലോകം കംപ്ലീറ്റ് ബൈജൂസിന്റെ. അങ്ങനെ പക്ഷെ എനിക്കത് എന്തോ ഒരു സുഖം കിട്ടുന്നില്ല. കാരണം ഇത്രയും ഫ്രീ ആയിട്ട് നടന്ന ഒരാൾ പെട്ടെന്ന് സ്ഥലത്ത് വന്നപ്പോൾ ഒരു ലോക്ക് ആവാൻ തുടങ്ങിയിട്ടുണ്ടല്ലോ. പിന്നെ എഗെയിൻ കുറച്ച് പൈസ വന്നപ്പോൾ എനിക്ക് ഇരുന്നുണ്ട്, നല്ല പൈസ വന്നതിനെ ദുബായിലേക്ക് പോകണം എന്നുള്ളതാണ് എൻ്റെ ഒരു ആഗ്രഹം. ഇപ്പോഴും ദുബായിലാണ്? അതെ, പൈസ കയ്യിലുണ്ട്. അങ്ങനല്ല, പൈസ വന്നു കഴിഞ്ഞാൽ ഒന്ന് ദുബായിൽ വന്ന് പൊട്ടിക്കാം. സാധാരണ എല്ലാവരും ദുബായിൽ നിന്ന് പൈസ ഉണ്ടാക്കിയിട്ട് നാട്ടിലൊന്ന് പൊട്ടിക്കാം. ഇത് നേരെ ഓപ്പോസിറ്റ്. നാട്ടിൽ നിന്ന് ഒരു കൊല്ലം നല്ലോണം പണിയെടുക്കുക, എന്നിട്ട് 10 ദിവസം 15 ദിവസം കൊണ്ട് ദുബായിൽ നിന്ന് പൊട്ടിക്കുക എന്നുള്ളൊരു മൈൻഡ് സെറ്റ് ആയിരുന്നത്. കാരണം എനിക്ക് എൻജോയ് ചെയ്യുക. കാരണം ഒന്നാമത്തെ ഉണ്ടല്ലോ, ഈ പൈസ എന്നുള്ളത് ഞാൻ ആരടുത്തുനിന്ന് വാങ്ങുന്ന പൈസ അല്ല, എൻ്റെ സ്വന്തം പൈസ. ഐ ഹാവ് ദി ഫിനാൻഷ്യൽ ഫ്രീഡം ടു സ്പെൻഡ് ഇറ്റ് ഹൗഎവർ ഐ വാണ്ട്. ദാറ്റ് വാസ് ദി ബെസ്റ്റ് പാർട്ട്. ആ ഒരു ഫിനാൻഷ്യൽ ഫ്രീഡം ആണ് എവറിത്തിങ്. അപ്പം അങ്ങനെ ദുബായിലേക്ക് ഞാൻ അങ്ങനെ ദുബായിലേക്ക് എത്തി. പഴയ ഗൾഫുകാരൊന്നും കേക്കണ്ട ഈ എപ്പിസോഡ്. സത്യം, നമ്മളൊക്കെ ഇവിടുന്ന് പൈസ ഉണ്ടാക്കി കഷ്ടപ്പെട്ട് അവിടെ പോയി പൊട്ടിക്കുന്നു. ഇവരൊക്കെ അവിടുന്ന് പൈസ ഉണ്ടാക്കി ഇവിടെ വന്ന് പൊട്ടിക്കുന്നു. നേരെ ഓപ്പോസിറ്റ്. പക്ഷെ ഇതിന്റെ ഒക്കെ ധൈര്യം എന്ന് പറയുകയാണെങ്കിൽ, കാരണം ഫാമിലി കമ്മിറ്റ്മെന്റ്സ് ശരിയാണ് ഇല്ല. അൽഹംദുലില്ലാ വി ഓൾ ലൈക്ക് മിഡിൽ ക്ലാസ് ഫാമിലിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഫാമിലി വാസ് ഓക്കെ. പിന്നെ ഇക്കാക്കയുണ്ട്, എല്ലാ ഭാരങ്ങളും മൂത്ത മോൻ എടുത്തോളും. അതുകൊണ്ട് ഞാൻ ഹാപ്പി. ഞാനും ഇക്കാക്കയും തമ്മിൽ 10.5 years ഡിഫറൻസ് ഉണ്ട്. സോ അതുകൊണ്ട് എല്ലാ സംഭവങ്ങളും ഇക്കാക്ക നോക്കിക്കോളും. അതുകൊണ്ട് ഐ എം 25, ഹീസ് 36. അപ്പോൾ അതുകൊണ്ട് അതിന്റെ കാര്യത്തിൽ പഠിക്കാനില്ല. അങ്ങനെ ഞാൻ ദുബായിലേക്ക് വന്ന സമയത്താണ് വേൾഡ് കപ്പ് നടക്കുന്നത്. ഖത്തറിൽ വേൾഡ് കപ്പ് നടക്കുന്നത്. അങ്ങനെ വേൾഡ് കപ്പ് നടക്കുന്ന സമയത്ത് എനിക്ക് അങ്ങനെ വേൾഡ് കപ്പിന്റെ ഒരു മൂഡ് ഇല്ലായിരുന്നു. അറിയാം വേൾഡ് കപ്പൊക്കെ നമുക്ക് ഒരിക്കലും പറ്റൂല, നമ്മളെ പോലത്തെ ആൾക്കാർക്കൊന്നും എന്താ അവിടെ എത്താൻ കഴിയില്ല. അന്നും ഒരു സ്പോൺസർഷിപ്പ് ഞാൻ ശ്രമിച്ചു. ദുബായിന്റെ ഈ ട്രിപ്പിന്റെ ഇടയിൽ വീണ്ടും ഒപ്പിച്ചു. മസിലാണല്ലേ, യു ബിൽഡ് ദാറ്റ് മസിൽ. നമുക്കൊരു ആഗ്രഹം ഉണ്ടെങ്കിൽ അത് ചെയ്യാനുള്ള അതിനുള്ള പൈസ എൻ്റെ കയ്യിലില്ല. പക്ഷെ ആ ആഗ്രഹം നമ്മൾ നിർത്താനും പാടില്ല. മേക്ക് ഇറ്റ് ഹാപ്പൻ. somehow I need to make it happen. അങ്ങനെ I had to make it happen. അങ്ങനെ I pitched brands and yes they sponsored. അങ്ങനെ ഞാൻ ദുബായിലെത്തി. ഇവിടുന്ന് ഞാൻ ഓരോരോ ഇതൊക്കെ ആയിട്ട് അങ്ങനെ പോകുന്നത്. ഇങ്ങനെ ദുബായിലെത്തിയ സമയത്താണ് നമ്മളെ ടിപ്പിക്കൽ ആസ് എല്ലാ ഫാമിലി പോലെ പണി നോക്ക്. കാരണം ബൈജൂസിൽ അവിടുന്ന് ഇറങ്ങിയല്ലോ, ഫുൾ ടൈം പണി വേണ്ട. ഇത് ഇങ്ങനെ നടക്കല്ലേ പണി നോക്കുന്നുള്ളത്. ഞാൻ പറഞ്ഞില്ല, ഞാൻ പണി നോക്കുന്നില്ല എന്നുള്ള രീതിയിൽ.
അങ്ങനെ ഞാൻ വേൾഡ് കപ്പിന്റെ സമയത്ത് പെട്ടെന്ന് എനിക്ക് വേൾഡ് കപ്പിലേക്ക് പോകാനൊരു ആഗ്രഹം. പ്രത്യേകിച്ച് നമ്മൾ ഈ ടൂറിസ്റ്റ് വിസയിൽ വന്ന ആൾക്കാരാണ്. ടൂറിസ്റ്റ് വിസയിൽ വന്നിട്ട് നമ്മളിങ്ങനെ വേൾഡ് കപ്പിലേക്ക് പോകാന്ന് പറഞ്ഞാണെങ്കിൽ ഇത് ഇറ്റ്സ് ഇമ്പോസിബിൾ. ഇവിടുത്തെ ആൾക്കാർക്ക് പിന്നെയും കുഴപ്പമില്ല, കാറിലും ഇതിലൊക്കെ അങ്ങനെ പോവാം. കാരണം നമ്മൾ സിംഗിൾ എൻട്രി വിസ ഒക്കെ എടുത്ത് വരുന്നതാണ്. അങ്ങനെ ഞാൻ ഇവിടെ വന്ന സമയത്ത് പെട്ടെന്നൊരാഗ്രഹം എങ്ങനെയെങ്കിലും എനിക്ക് ഇവിടെ എത്തണം എന്നുള്ളത്. പക്ഷേ ഒരു വകുപ്പും ഇല്ല. പിന്നെ ഈ ട്രിപ്പിലൊക്കെ ഉണ്ടല്ലോ, ഈ കോണ്ടന്റ് ക്രിയേഷൻ ത്രൂ ദുബായത്തെ നല്ല നല്ല ഓൺടർപ്രണേഴ്സ് ആയിട്ട് നല്ലോണം കണക്ട് ആയി. ദുബായത്തെ നല്ലൊരു കമ്മ്യൂണിറ്റിയാണ് IPA എന്ന് പറഞ്ഞിട്ട്, ഇന്റർനാഷണൽ പ്രൊമോട്ടേഴ്സ് അസോസിയേഷൻ. സോ IPA ഒരു കമ്മ്യൂണിറ്റിയിലേക്ക് ഐ വാസ് ഇൻട്രൊഡ്യൂസ്ഡ് ബൈ നമ്മളെ ഫൈസൽ മലബാർ. ഫൈസൽക്ക ത്രൂ ആണ് ഞാൻ IPA ഒന്ന് ഇൻട്രൊഡ്യൂസ് ആണ്. അപ്പോൾ ഫൈസൽക്കൻ്റെ കൂടെയുള്ള ഹബീബ്, ഇവരൊക്കെ ഒരു ബെസ്റ്റ് പാർട്ട് എന്ന് പറയുകയാണെങ്കിൽ അവർ നമ്മൾ കുറേ ആൾക്കാരായിട്ട് കണക്ട് ചെയ്ത് തരും. നല്ലൊരു നെറ്റ്വർക്കും കാര്യങ്ങളൊക്കെ അവർ നമ്മളിങ്ങനെ കണക്ട് ചെയ്ത് നമ്മളെ കൊണ്ടുപോകും കൂടെ. നല്ല ഭയങ്കര കാര്യമാണ്. അപ്പൊ അങ്ങനെ നിൽക്കുന്ന സമയത്ത് ഐ ഗോട്ട് ഇൻട്രൊഡ്യൂസ് ടു മോർ പീപ്പിൾ. അപ്പൊ കൂടുതൽ ആൾക്കാരായിട്ട് സംസാരിക്കാൻ തുടങ്ങി. അതും കൂടുതൽ ഓൺടർപ്രണേഴ്സും ബിസിനസ് ആൾക്കാരുമായിട്ട് സംസാരിക്കാൻ തുടങ്ങി. അപ്പൊ ഈ IPA ആൾക്കാരൊക്കെ ആയിട്ട് നമ്മളെ ബന്ധമായി. അങ്ങനെ ഞാൻ ഈ ഒരു ഇവിടെ പോവാൻ തീരുമാനിച്ചു. ഫിഫ വേൾഡ് കപ്പിന് വേണ്ടി പോകുമ്പോൾ നമുക്ക് ഹയാ കാർഡ് വേണം. ഹയാ കാർഡിനുള്ള എന്ത് വേണം, എങ്ങനെ വേണം എന്ന് നോക്കുമ്പോൾ നമുക്ക് ഹോട്ടൽ ബുക്കിംഗ് നമുക്ക് അത്യാവശ്യമാണ്. ഹോട്ടൽ ബുക്കിംഗ് ഖത്തറിൽ ഇല്ലാതെ നമുക്ക് എടുക്കാൻ കഴിയില്ല. അങ്ങനെ എനിക്കൊരു ഹോട്ടൽ ബുക്കിംഗ് എടുത്തു തന്ന് ആര്? ഷെഫ് പിള്ളേ. അതെ, ഈ IPA ത്രൂ ആണോ? അല്ലല്ല, IPA ത്രൂ അല്ല. ഷെഫിനായിട്ട് നമ്മൾ സോഷ്യൽ മീഡിയയിൽ കണക്റ്റഡ് ആണ്. ഞാൻ ആളായിട്ട് കണക്ട് ആവുന്നത് കുറെ കൊല്ലം മുമ്പ് സോഷ്യൽ മീഡിയ ത്രൂ ആണ്. അങ്ങനെ ആൾക്ക് എൻ്റെ ഞാനും ആളൊക്കെ കാണും. നമ്മൾ അത്രയും വലിയൊരു ഷെഫ്, ആൾ അത്രയും വലിയൊരു കമ്പനീൻ്റെ കൂടെ റാവിസ് ഗ്രൂപ്പിൻ്റെ കൾണറി ഡയറക്ടറായിട്ട് നിൽക്കുന്ന ഒരു സമയത്താണ്. അപ്പോൾ അങ്ങനെ ഷെഫിനായിട്ട് നല്ല പരിചയമുള്ള സമയത്താണ്. അങ്ങനെ ഞാൻ അങ്ങനെ ഖത്തറിലേക്ക് സംഭവം വന്നപ്പം ഷെഫാണ് എനിക്ക് ഹോട്ടൽ ബുക്കിംഗ് എടുത്തു തന്നത്. പിന്നെ അടുത്ത സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ ഞാൻ എങ്ങനെ ഹോട്ടൽ ബുക്കിംഗ് എടുത്തരാനുള്ള ആ ഒരു എന്താ പറയുക, ആള് ആ സമയത്ത് ഖത്തറിൽ റെസ്റ്റോറൻറ്റിന്റെ ഓപ്പണിംഗ് ആയിരുന്നു. അപ്പം ഹീസ് ദേർ ഇൻ ഖത്തർ. അപ്പം ആള് നിൽക്കുന്ന ഹോട്ടലിൽ തന്നെ ഹോട്ടൽ ബുക്കിംഗ് ഞാൻ പറഞ്ഞു എനിക്ക് ഇങ്ങനത്തെ ഒരു ഹോട്ടൽ ബുക്കിംഗ് ആവശ്യമുണ്ടെന്ന് പറഞ്ഞപ്പോൾ അപ്പം തന്നെ എനിക്ക് എടുത്തത്. ഞാൻ കോള് വെച്ച് കുറച്ച് നേരം കൊണ്ട് അന്ന് രാത്രി തന്നെ ഹോട്ടൽ ബുക്കിംഗ് കിട്ടി. അപ്പം ഫസ്റ്റ് സ്റ്റെപ്പ് ഹയാ കാർഡ് അപ്ലൈ ചെയ്യാനുള്ള മെയിൻ ഒരു സാധനം കിട്ടി. പിന്നെ അടുത്തത് വേണ്ട എന്താ വെച്ചാണെങ്കിൽ നമുക്ക് അവിടെ എത്താനുള്ള വകുപ്പ്, പിന്നെ ഫ്ലൈറ്റ് നോക്കുമ്പോൾ ഒടുക്കത്തെ എക്സ്പെൻസ്, പിന്നെ ഓപ്ഷൻ എന്ന് പറയുകയാണെങ്കിൽ അവിടെ എത്തണമെങ്കിൽ കാറാണ് ഓപ്ഷൻ. പക്ഷെ എല്ലാവരും അവിടെ എത്തിക്കഴിഞ്ഞ് ഇനി ഒന്നും പോകാൻ വഴിയില്ല. ഞാനത് ഇൻസ്റ്റാഗ്രാമിലൊക്കെ സ്റ്റോറി ഇട്ട്, എൻ്റെ വേറൊരു ഫ്രണ്ട് ത്രൂ ഒക്കെ സ്റ്റോറി ഇട്ട് കുറേ ആൾക്കാർ റെസ്പോണ്ട് ചെയ്ത് ഇല്ല ആരും ഇല്ല എന്നുള്ള രീതിയിൽ. പിന്നെ പെട്ടെന്ന് എൻ്റെ ഇക്കാക്കൻ്റെ ഒരു ഫ്രണ്ട് ഇവിടുന്ന് കാറിൽ പോകുന്നുണ്ടായിരുന്നു. അങ്ങനെ കാറ് കിട്ടി. ഇനി കാറ് പോകുന്ന എന്താണ്, സൗദി വഴി ഖത്തറിലേക്ക്. സൗദി വിസ വേണം. അപ്പൊ നമ്മൾ IPA ത്രൂ പരിചയമുള്ള ഒരു ആളുണ്ട്, ഷെഫീക്ക. മൂപ്പര കമ്പനി ത്രൂ മൂപ്പര് ഒറ്റയടിക്ക് എനിക്ക് അത് എടുത്തത്. അതിന്റെ പൈസ വരെ മൂപ്പര് വാങ്ങിയിട്ടില്ല. നെറ്റ്വർക്ക് ത്രൂ ഇത് അതാ ഒറ്റയടിക്ക് അങ്ങനെ അതും സെറ്റായി. സൗദി വിസ കിട്ടി. പിന്നെ നമുക്ക് ഒരു സാധനം നമ്മൾ ആഗ്രഹിച്ചു കഴിഞ്ഞാണെങ്കിൽ അത് കൺസ്പയർസ്. അത് ഞാൻ ശരിക്കും അനുഭവിച്ചറിഞ്ഞതാ. കാരണം പെട്ടെന്ന് ഹയാ കാർഡിന്റെ ആപ്ലിക്കേഷൻ സെറ്റായി, ഹോട്ടൽ ബുക്കിംഗ് കിട്ടി, പോവാനുള്ള വണ്ടി കിട്ടി, പിന്നെ ഖത്തറിൽ ഹോസ്റ്റ് ചെയ്യാൻ എൻ്റെ കസിനും ഉണ്ടായിരുന്നു. അങ്ങനെ വേൾഡ് കപ്പ് കാണാനും പറ്റി. എനിക്ക് മെസ്സി ഭയങ്കര ഇഷ്ടം. ഞാനൊരു ഹാർഡ് കോർ മെസ്സി ഫാനാണ്. അങ്ങനെ മെസ്സി ഒന്ന് നേരിട്ട് കളിക്കുന്ന കാണാന്നുള്ളത് എൻ്റെ ഒരു ഭയങ്കര വലിയ ആഗ്രഹമായിരുന്നു. അങ്ങനെ ഞാൻ ഫസ്റ്റ് അന്ന് പോകുന്ന സമയത്ത് നല്ല ഡിലേ വന്നപ്പോൾ അന്ന് എനിക്ക് ഒരു ക്വാർട്ടർ ഫൈനലിന്റെ മാച്ച് എനിക്ക് മിസ്സായി. അത് എനിക്ക് കാണാൻ പറ്റിയിട്ടില്ല. പക്ഷെ എനിക്ക് വേറെ ക്വാർട്ടർ ഫൈനൽ കാണാൻ പറ്റി. ഞാൻ ഫസ്റ്റ് കണ്ട മാച്ച് എന്ന് പറഞ്ഞാൽ ഇംഗ്ലണ്ട് ഫ്രാൻസ്, ഏറ്റവും ബെസ്റ്റ് ഒരു മാച്ചാണ്. പിന്നെ അതേപോലെ അർജന്റീനന്റെ സെമി ഫൈനൽസും കാണാൻ പറ്റി. പക്ഷെ ഫൈനൽ മിസ്സായി, കാരണം ഒടുക്കത്തെ റേറ്റ് ആയിരുന്നു. പിന്നെ ഫൈനൽസിനുള്ള ഒരു ടിക്കറ്റ് ലാസ്റ്റ് മൊമെന്റ് കിട്ടിയിട്ടുണ്ടായിരുന്നു. പക്ഷെ എനിക്ക് കിട്ടിയ ഏറ്റവും ബെസ്റ്റ് റേറ്റ് ആണ്, ഓൾമോസ്റ്റ് ഒരു 6,000 ദിർഹംസിന് അടുത്ത് ഒരു ടിക്കറ്റിന്. അന്ന് 30,000 കൊടുത്തിട്ട് ഇത് വാങ്ങാൻ ആൾക്കാർ റെഡിയാണ്. പക്ഷെ ഞാൻ വാങ്ങിയിട്ടില്ല, കാരണം ഇത് ഞാൻ ഫോൺ വാങ്ങാൻ മാറ്റി വെച്ചൊരു പൈസ. iPhone 14 Pro Max എന്നിന്റെ ഒരു പരിപാടിയില്ല. അങ്ങനെ 14 Pro Max ഞാൻ കണ്ടു വെച്ചതായിരുന്നു. അങ്ങനെ അത് വാങ്ങാൻ വേണ്ടി വെച്ചതായിരുന്നു. അപ്പോൾ ഞാൻ അതിന് ഞാൻ സ്പെൻഡ് ചെയ്യാവുന്നില്ല. അങ്ങനെ വേൾഡ് കപ്പും കഴിഞ്ഞ് അർജന്റീനയും ജയിച്ച് ഹാപ്പി ആയിട്ട് ഞാൻ തിരിച്ച് നാട്ടിലേക്ക് ഞാൻ പോയില്ല. തിരിച്ച് ഞാൻ നാട്ടിലേക്ക് ജോലിക്ക് കയറേണ്ടി വരും. ജോലിക്ക് തിരിച്ച് ദുബായിലേക്ക് ഞാൻ വന്ന് അങ്ങനെ ദുബായിൽ തിരിച്ചു കയറി. റീ എൻട്രി അടുത്ത വിസ എടുത്ത് ഞാൻ തിരിച്ച് ഇവിടെ കയറി. അങ്ങനെ ദുബായിൽ ഇങ്ങനെ പോകുന്നതിനിടയിൽ അടുത്തൊരു കോണ്ടന്റ് ക്രിയേഷൻ്റെ ഭാഗമായിട്ട് ഞാൻ അങ്ങനെ കൊലാബറേഷനും കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. പെട്ടെന്ന്
ഇക്കാക്ക ആ സമയത്ത് ഓസ്ട്രേലിയയിലേക്ക് ജസ്റ്റ് ഷിഫ്റ്റ് ചെയ്യുന്നൊരു ടൈമാണ്. അപ്പോൾ ഇക്കാക്ക എന്തോ ഒരു ആവശ്യത്തിന് വേണ്ടിയിട്ട് UAE എന്തോ വരേണ്ടിണ്ടായിരുന്നു. എന്നിട്ട് അപ്പം ഇക്കാക്ക പറഞ്ഞു ഓക്കെ, ഞാനും പറഞ്ഞു ഇക്കാക്ക അങ്ങനെയാണെങ്കിൽ ഇങ്ങോട്ട് പോരി, നമുക്ക് രണ്ടാൾക്കും കൂടെ ഒന്നിച്ച് തിരിച്ച് നാട്ടിലേക്ക് പോവാം എന്നുള്ളത് പറഞ്ഞു. അങ്ങനെ ഇക്കാക്ക ടിക്കറ്റൊക്കെ ബുക്ക് ചെയ്ത് ഇക്കാക്ക എത്തി. നമ്മൾ തിരിച്ച് എല്ലാം കഴിഞ്ഞ് ഞാൻ നാട്ടിലേക്ക് പോകാനുള്ള സമയം ആവാനായി. അങ്ങനെ നാട്ടിൽ പോകാൻ വേണ്ടി നിൽക്കുന്ന സമയത്താണ് എനിക്ക് പെട്ടെന്നൊരു ഇൻവൈറ്റ് വരുന്നത്. എവിടെന്നാന്ന് വെച്ചാണെങ്കിൽ അബുദാബിയിൽ യാസ് ഐലൻഡ് ഉണ്ട്. യാസ് ഐലൻഡ് എന്നുള്ളത് ഇപ്പൊ ഇതാ ഇന്ന് അതെ വൺ ഓഫ് ദ ബിഗ്ഗസ്റ്റ് ക്യാമ്പയിൻ കഴിഞ്ഞ് അത് കഴിഞ്ഞിട്ട് ഇന്നത്തെ ബിഗ്ഗസ്റ്റ് ന്യൂസ് എന്ന് പറയുന്നത് ഡിസ്നി പാർക്ക് യാസ് ഐലൻഡിൽ ഇന്ന് അനൗൺസ് ചെയ്ത് വേൾഡിലത്തെ 7th ഡിസ്നി പാർക്ക് വരാൻ പോകുന്നത് യാസ് ഐലൻഡിലാണ്. അപ്പം ഈ യാസ് ഐലൻഡ് എന്നുള്ളത് കാരണം ഞാൻ പറഞ്ഞു 2016 എൻ്റെ ബ്രദർ എന്നെ അങ്ങോട്ടേക്ക് കൊണ്ടുവന്ന സമയത്ത് ഫെറാറി വേൾഡിലൊക്കെ ഞാൻ പോയിട്ടുണ്ടായിരുന്നു. ഫെറാറി വേൾഡ് ഇസ് ദ ഹോം ടു ദ വേൾഡ്സ് ഫാസ്റ്റസ്റ്റ് റോളർ കോസ്റ്റർ. അങ്ങനെ ആ ഫെറാറി വേൾഡിലേക്ക് ഭയങ്കര എനിക്ക് ഇഷ്ടമാണ്. ഈ തീം പാർക്സ്, വാട്ടർ തീം പാർക്സ് ഒക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെ യാസ് ഐലൻഡ് ഇസ് ദ ഹോം ടു ഓൾ ദോസ് തീം പാർക്സ് ആൻഡ് വാട്ടർ തീം പാർക്സ്. അങ്ങനെ യാസ് ഐലൻഡിന്റെ ഇൻവൈറ്റ് കിട്ടാനുള്ള ഒരു മേജർ റീസൺ എന്ന് പറയുകയാണെങ്കിൽ അതിൻ്റെ ഒരു ഗ്രൂപ്പ് CEO ഉണ്ട്, മുഹമ്മദ് അബ്ദുള്ള അൽ ജാബി എന്ന് പറഞ്ഞിട്ട്. ഹീ ഈസ് എ ഗ്രേറ്റ് വിഷനറി. ആളെ ഞാൻ അപ്രോച്ച് ചെയ്ത് ആളെ ഞാൻ അപ്രോച്ച് ചെയ്ത് ത്രൂ ഇൻസ്റ്റാഗ്രാം ത്രൂ അപ്രോച്ച് ചെയ്ത് ഹീ റെസ്പോണ്ടഡ്. എനിക്ക് വീട്ടിൽ പോയിട്ട് വേണം ഇവരൊക്കെ ഫോളോ ചെയ്തിട്ട് എല്ലാവർക്കും മെസ്സേജ് അയക്കാൻ. ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല ആള് റെസ്പോണ്ട് ചെയ്യുന്നുള്ളത്. അങ്ങനെ ഹീ റെസ്പോണ്ടഡ്. എന്നിട്ട് ആള് റെസ്പോണ്ട് ചെയ്ത് ഞാൻ എൻ്റെ ആഗ്രഹങ്ങളും ഞാൻ കോണ്ടന്റ് ക്രിയേഷനിൽ എൻ്റെ സംഭവങ്ങളൊക്കെ പറഞ്ഞ് ആ ദിവസം വൈകുന്നേരം തന്നെ എനിക്ക് യാസ് ഐലൻഡിൻ്റെ ഒഫീഷ്യൽ പേജിൽ നിന്നും ഒഫീഷ്യൽ ഇൻവൈറ്റ് കം ടു യാസ് ഐലൻഡ് എന്നുള്ള ഒരു സംഭവം. അത് എൻ്റെ ഡ്രീമായിരുന്നു, എൻ്റെ ഡ്രീം കൊലാബറേഷൻ ആയിരുന്നു. 2022 ഞാൻ ചെയ്ത ദി ബെസ്റ്റ് കൊലാബറേഷൻ. അങ്ങനെ ആ കൊലാബറേഷൻ ഞാൻ എടുത്ത് ഞാൻ നിൽക്കുന്ന വീട്ടിലേക്ക്. പക്ഷേ ഈ കൊലാബറേഷൻ എന്ന് പറയുന്നത് ഞാനും കാക്കും തിരിച്ചു പോകാൻ ഉദ്ദേശിക്കുന്ന ദിവസത്തിൻ്റെ ശേഷമായിരുന്നു. ഞാൻ പറഞ്ഞു കാക്ക ഞാനില്ല, നിങ്ങൾ പോയിക്കോളി. തിരിച്ച് ഇക്കാക്ക നാട്ടിലേക്ക് പോയി. ഞാൻ അവിടെ തന്നെ നിന്ന്. എന്നിട്ട് ഞാൻ ഈ കൊലാബറേഷൻ എടുത്ത് നോക്കുമ്പോണ്ട് ഇവരുണ്ട് വണ്ടി അയച്ച് വീട്ടിലേക്ക്. ഷോഫർ നേരെ വന്ന് നമ്മളെ പിക്ക് ചെയ്ത് നേരെ റാഡിസൺ ബ്ലൂവിൻ്റെ സ്വീറ്റ് റൂം നേരെ നമുക്ക് തരുന്നു. 3 nights ഓൾ മീൽ പ്ലാൻ, VIP ആക്സസ് ടു ഫെറാറി വേൾഡ്, VIP ആക്സസ് ടു വാർണർ ബ്രോസ് ഇൻഡോർ സ്കൈ ഡൈവിങ്ങിലേക്കുള്ള ആക്സസ്. ഇതെല്ലാം എക്സ്പീരിയൻസ് ഉണ്ടല്ലോ എൻ്റെ മോനെ, സ്വർഗം. ശരിക്കും ലിവിങ് മൈ ലൈഫ് എന്നുള്ളൊരു മൂഡായിരുന്നു. അങ്ങനെ ആ ഒരു കൊലാബറേഷൻ ചെയ്ത് ഐ വാസ് സോ ഹാപ്പി. ദാറ്റ് വാസ് ദി ബെസ്റ്റ് എവർ കൊലാബറേഷൻ. ഈവൻ നൗ ഐ സ്റ്റിൽ ചെറിഷ് ദോസ് മൊമെന്റ്സ്. അതിനുശേഷം പിന്നെ ചോദ്യങ്ങൾ അത് ഫ്രീ ആയിരുന്നു ഓർ യു ഈവൻ ഗോട്ട് പേയ്മെന്റ് ഫോർ ദാറ്റ്? നോ പേയ്മെന്റ്. യാസ് ഐലൻഡ് വിളിക്കാന്ന് പറഞ്ഞെങ്കിൽ ഐ ആം ദ ഫസ്റ്റ് മലയാളി ക്രിയേറ്റർ ടു ബി ഇൻവൈറ്റഡ് ബൈ യാസ് ഐലൻഡ്. സൗത്ത് ഇന്ത്യയിൽ ആ സമയത്ത് വേറെ ആരും ചെയ്തിട്ടില്ല, യാസ് ഐലൻഡ് വേറെ ആരും ചെയ്തിട്ടില്ല. പക്ഷെ നിങ്ങളെ ഔട്ട് ബോൺ സ്കിൽസ് ഭയങ്കര കേട്ടോ. ഐ നീഡ് ടു ലുക്ക് അറ്റ് ഹൗ യു ടൈപ്പ് ദോസ് മെസ്സേജസ്. അത് ഞാൻ ഒരിക്കലും പറഞ്ഞിട്ടില്ല, ഞാൻ എങ്ങനെയെങ്കിലും എടുക്കും. പക്ഷെ ഇതായിരുന്നു എൻ്റെ ഒരു, ഞാൻ ആർക്കും കൊടുക്കൂല എന്നുള്ള ഒരു സാധനമായിരുന്നു എൻ്റെ മൈൻഡിൽ. പക്ഷെ ഇപ്പം റൈറ്റ് നൗ ഐ ആം ആക്ച്വലി ഹെൽപ്പിംഗ് എ ലോട്ട് ഓഫ് ക്രിയേറ്റേഴ്സ് കറക്റ്റ് ടു ഡു ഔട്ട്റീച്ച്. കാരണം എനിക്ക് എന്തായാലും അത് കിട്ടി കഴിഞ്ഞു. ഇനിയിപ്പം അതിൽ കോമ്പറ്റീഷൻ ഇല്ല. ഐ ഡിഡ് ഇറ്റ്. ഇനി ലെറ്റ് അതേഴ്സ് ഓൾസോ ഡു ഇറ്റ് എന്നുള്ളൊരു ആദ്യം എൻ്റെ മൈൻഡ് സെറ്റ് എന്ന് പറയുകയാണെങ്കിൽ ഇത് ഞാൻ ആർക്കും പറഞ്ഞെടുക്കില്ല, ഇത് എൻ്റെതായിട്ടുള്ള ഒരു ട്രേഡ് സീക്രട്ട് ആണ് എന്നുള്ളത്. പക്ഷെ നൗ ഐ സ്റ്റാർട്ടഡ് ഓക്കെ ലെറ്റ് അതർ ക്രിയേറ്റേഴ്സ് ഓൾസോ let them experience those. Very nice. ഇത് ആക്ച്വലി ഈ ഔട്ട് ബോണിന്റെ പവർ അങ്കൂർ വാരിക്കൂൻ അറിയോ? അറിയില്ല. ഓക്കെ, ടോപ്പ് 3 ക്രിയേറ്റേഴ്സ് ഇൻ ഇന്ത്യ. ഓക്കെ, വൺ ഓഫ് ദ ടോപ്പ് 3. അങ്കൂർ വാരിക്കൂന് ഞാൻ 2 പ്രാവശ്യം ഇമെയിൽ അയച്ചിട്ടുണ്ട്. ഓക്കെ, 2 പ്രാവശ്യം റിപ്ലൈ കിട്ടിയിട്ടുണ്ട്. ആൻഡ് ഐ ആക്ച്വലി മെറ്റ് ഹിം അറ്റ് കാലിക്കറ്റ് വെച്ചിട്ട്. ഓ വാവ്. മീൻസ് അഗെയിൻ യൂണിവേഴ്സ് കോൺസ്പയർസ്. Yes. I have seen him maybe for 2 years before I actually met him. Okay. I never thought, ഞാൻ ഒരിക്കലും വിചാരിച്ചിട്ടില്ല ഇയാളെ ഡയറക്റ്റ്ലി എനിക്ക് കാണാൻ പറ്റും. ഡയറക്റ്റ്ലി ഞാൻ ഇൻ്റർവ്യൂ എടുത്തിട്ടുണ്ട്. അത് അഗെയിൻ അവിടെ പല നെറ്റ്വർക്സുമാണ് എനിക്ക് വർക്ക് ചെയ്തത്. എനിക്ക് പല കാര്യങ്ങളും റിലേറ്റ് ചെയ്യാൻ പറ്റും. കാരണം നെറ്റ്വർക്കിൻ്റെ ഇമ്പോർട്ടൻസ്, ഔട്ട് ബൗണ്ട് ചെയ്യുന്നതിൻ്റെ ഇമ്പോർട്ടൻസ്, എങ്ങനെയാണ് ഔട്ട് ബൗണ്ട് ചെയ്യുന്നത്. ചുമ്മാ ഒരാൾക്ക് ഒരു ഇമെയിൽ അയച്ചാലും മെസ്സേജ് അയച്ചാലും ഒരു കാര്യമില്ല. അതിനൊരു രീതിയുണ്ട്. അപ്പൊ ഇതൊക്കെ എനിക്ക് ആക്ച്വലി റിലേറ്റ് ചെയ്യാൻ പറ്റും. പക്ഷേ ഇതിന്റെ അടുത്ത കോമഡി പാട്ട് എന്താ പറയുക, ദിസ് ഇസ് ബിഫോർ ദി ചാറ്റ് GPT എറ. കറക്റ്റ്. ഇപ്പൊ എല്ലാവർക്കും എന്ത് സുഖാണ്. ഇതൊക്കെ അതിന്റെ മുമ്പ് ഞാൻ ഇങ്ങനെ ഇരുന്ന് അടിച്ചുണ്ടാക്കുന്ന സാധനങ്ങളാണ്.
കറക്റ്റ്. ദാറ്റ് ഈസ് വാട്ട് ഐ എം ഓൾവേസ് പ്രൗഡ് ഓഫ്. കാരണം ഇപ്പം തിങ്സ് ആർ ഈസി, വെരി ഈസി. നമ്മൾ ചെയ്യുമ്പോൾ പറഞ്ഞാണെങ്കിൽ നോക്കാൻ ഒരു സാധനം ഇല്ല, ഇതൊന്നുമില്ല. നമ്മൾ തന്നെ റാൻഡംലി ഇരുന്ന് ഔട്ട് റീച്ചും കാര്യങ്ങളൊക്കെ നമ്മളെ ലാംഗ്വേജ് വെച്ചിട്ടാണ് അതെ അതെ കറക്റ്റ്. പക്ഷെ ഇപ്പം എല്ലാവരും ChatGPT യൂസ് ചെയ്യും. ആക്ച്വലി വി ഷുഡ് അഗെയിൻ ഡു ദ സെയിം. യെസ്, അത് ChatGPT നേരെ ഓപ്പോസിറ്റ് ചെയ്യണം. അതെ, ദാറ്റ് ഈസ് വെൻ യു വിൻ. അതെ. ഓക്കെ, അപ്പൊ ആ ഔട്ട് ബൗണ്ട് ഭയങ്കര സംഭവമായിരുന്നു. അങ്ങനെയാണ് ഇവരായിട്ട് ഈ കൊളാബറേഷന്റെ കാര്യങ്ങളെല്ലാം ചെയ്ത് ഇറ്റ് വെന്റ് വെൽ. പക്ഷെ ഇനി അടുത്ത ചോദ്യം, എന്താണ് പരിപാടി? ഇത് ഈ ചോദ്യം തരം നിന്നിട്ടില്ല. ചോദ്യം നിൽക്കൂല. നമ്മള് 8ാം ക്ലാസ് 7ാം ക്ലാസ് സ്കൂളിൽ പഠിക്കാൻ 10ാം ക്ലാസ്സിൽ SSLC ആണ് ഏറ്റവും ഇമ്പോർട്ടന്റ്. അത് കഴിഞ്ഞ് SSLC കഴിഞ്ഞാണെങ്കിൽ പിന്നെ ഏറ്റവും ഇമ്പോർട്ടന്റ് +2 ആണ്. അതിൻ്റെ അടുത്ത് പറഞ്ഞു +1 മാർക്ക് +2 എന്തായാലും ഉപകാരപ്പെടും. സോ +1 ഇസ് വെരി ഇമ്പോർട്ടന്റ്. +1 കഴിഞ്ഞപ്പോൾ പറഞ്ഞു +2 ആണ് ഏറ്റവും കോൺസെൻട്രേറ്റ് ചെയ്യേണ്ടത്. അത് കഴിഞ്ഞപ്പോൾ എൻട്രൻസ് കോച്ചിങ് ആയി, പിന്നെ കോളേജായി, കോളേജിൽ സപ്ലി, അത് കഴിഞ്ഞ് എഞ്ചിനീയറിംഗ് സർട്ടിഫിക്കറ്റ്. അങ്ങനെ എഞ്ചിനീയറിംഗ് ഞാൻ തീർത്തിട്ടോ, ഒരു കൊല്ലെടുത്ത് തീർക്കാൻ വേണ്ടിട്ട് സംഭവം സപ്ലി ഒക്കെ തീർത്ത്, ഒരു കൊല്ലെടുത്ത് തീർത്ത്. പിന്നെ ചോദ്യം വരാൻ തുടങ്ങി, എന്താണ് ഇനി അടുത്ത പരിപാടി എന്നുള്ളത്. അപ്പോൾ ഇക്കാക്ക പിന്നെയും സപ്പോർട്ട്, ഇക്കാക്ക് ഓക്കെ കുറച്ചും കൂടെ നമ്മളൊരു ജനറേഷൻ. അതെ, അപ്പൊ ഇക്കാക്ക പറഞ്ഞ് ഒരു കാര്യം ചെയ്യും, യു അറ്റൻഡ് ഇന്റർവ്യൂസ്, നീ പണിക്ക് കയറണ്ട, നീ വെറുതെ അറ്റൻഡ്. അപ്പൊ ഞാൻ ശരിയാണല്ലോ. അങ്ങനെയാണ് ഞാൻ ലിങ്ക്ഡിൻ തുറക്കുന്നത്. ഓക്കെ, അന്ന് ആ സമയത്താണ്, ഈ പറഞ്ഞ ടൈമിലാണ് ഞാൻ ലിങ്ക്ഡിൻ തുറക്കുന്നത്. അങ്ങനെ ലിങ്ക്ഡിൻ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്ത്, പിന്നെ എനിക്ക് അറിയില്ല എങ്ങനെയാണ് ഈ പണി നമുക്ക് കിട്ടുക, ലിങ്ക്ഡിൻ ത്രൂ സത്യമാണോ, ലിങ്ക്ഡിൻ കുറെ കേട്ടിക്കണ് അത് വലിയ ആൾക്കാർക്ക് മാത്രമുള്ളതാണ്, പ്രൊഫഷണലിസം മാത്രമുള്ള സംഭവമാണെന്നുള്ളത്. അങ്ങനെ ഞാൻ ആദ്യമായിട്ട് ലിങ്ക്ഡിൻ അക്കൗണ്ട് ഒക്കെ ക്രിയേറ്റ് ചെയ്ത് CV ഒക്കെ ഞാൻ അന്ന് ഉണ്ടാക്കുന്നത്. ഫസ്റ്റ് ആ സമയത്ത് CV ഉണ്ടാക്കി, കാരണം ജോബ് വെറുതെ ഇന്റർവ്യൂ എടുക്കണമല്ലോ. ലിങ്ക്ഡിൻ വർക്ക് ചെയ്യുന്ന എനിക്ക് വർക്കിംഗ് മെത്തേഡ് ഒന്നും അറിയില്ല. പക്ഷെ ഒരു പ്രൊഫൈൽ ക്രിയേറ്റ് ചെയ്ത് CV എടുത്തത് ഞാൻ നിരത്തി അപ്ലൈ ചെയ്ത്. അറിയുന്ന പണിയുണ്ടല്ലോ, ഔട്ട് റീച്ച്. അതെ, എല്ലാവർക്കും ഈസി അപ്ലൈ, മറ്റേത് മറിച്ചെന്നൊക്കെ പറഞ്ഞിട്ട് നോൺ സ്റ്റോപ്പ് ആപ്ലിക്കേഷൻ. ഞാൻ ഒരു ദിവസം 300 ജോബും കാര്യങ്ങളൊക്കെ ഞാൻ അത്രയും കുത്തിരുന്ന് അപ്ലൈ ചെയ്തിരിക്കണം. എനിക്ക് ആ ഒരാഴ്ച, ഇനി നാട്ടിലേക്ക് പോകാൻ എനിക്ക് ബാക്കി ഇത്ര ഒരാഴ്ച ഉള്ള സമയം. ആ 1 വീക്കിൻ്റെ ഉള്ളിൽ കാക്ക ഇത് പറഞ്ഞ സ്ഥിതിക്ക് ഞാൻ ഒറ്റ കാര്യം ആലോചിച്ചു, നാട്ടിൽ നിന്ന് എന്തായാലും ഇംഗ്ലീഷ് ഒന്നും നമുക്ക് സംസാരിക്കാനുള്ള ഓപ്പർച്യൂണിറ്റി ഇല്ല. സംസാരിച്ചു കഴിഞ്ഞാൽ ഇവൻ വലിയ ഇംഗ്ലീഷായിരുന്നു എന്നുള്ളൊരു മൂടാ. പക്ഷെ നമുക്ക് ആ ഒരു സ്കിൽസ് ഉണ്ടോ ഒന്ന് പൊടി തട്ടി എടുക്കണമെങ്കിലൊക്കെ ഇവിടുന്നേ പറ്റുള്ളൂ. അങ്ങനെ ഇവിടുന്നും മറ്റേ ജോബ്സ് അപ്ലൈ ചെയ്ത് എനിക്ക് ഇന്റർവ്യൂ കോൾസ് കിട്ടി. അപ്പോൾ ലിങ്ക്ഡിൻ ഇസ് വർക്കിംഗ്. നൈസ്. അതെ, അങ്ങനെ ഒരാഴ്ചൻ്റെ ഉള്ളിൽ ഐ അറ്റൻഡഡ് അറൌണ്ട് 6 or 7 ഇൻ്റർവ്യൂസ് ബാക്ക് ടു ബാക്ക്. ഞാൻ ആ ഇൻ്റർവ്യൂവിൽ പോയത്, ഇപ്പോൾ എനിക്ക് സ്കിൽസ് ടെസ്റ്റ് ചെയ്യണം. അതായത് എൻ്റെ നെഗോസിയേഷൻ സ്കിൽസ്, പിന്നെ എനിക്ക് ഇംഗ്ലീഷ് സംസാരിക്കാൻ പറ്റുന്നുണ്ടോ, ഒരു കറക്റ്റ് ഇന്റർനാഷണൽ മാർക്കറ്റിലേക്ക് എത്തുമ്പോൾ ആം ഐ ഏബിൾ ടു യൂസ് മൈ സ്കിൽസ്. പക്ഷെ എനിക്ക് ജോബ് വേണ്ട, കാരണം ഐ എം വെരി ഹാപ്പി. കാരണം ബാക്കി ഇപ്പോൾ എഞ്ചിനീയറിംഗിൻ്റെ ഇതിൽ ഒരു മാസം പണിയെടുക്കുന്ന എനിക്ക് ഒരു സ്ഥലത്ത് പോയി ഫുഡ് കഴിച്ചാൽ കിട്ടുന്ന ഒരു ലെവലിലേക്ക് എത്തി. പിന്നെ എന്തിനാണ് ഇപ്പോൾ വേറെ പണിയെടുക്കുന്നത്? അങ്ങനെ ഞാൻ ഇങ്ങനത്തെ വെറുതെ ഇന്റർവ്യൂസിന് അറ്റൻഡ് ചെയ്ത്, ഇന്റർവ്യൂസിലൊക്കെ അറ്റൻഡ് ചെയ്യുമ്പോഴാണ് എനിക്ക് ഇവിടുത്തെ ജോബ് മാർക്കറ്റിനെ പറ്റി മനസ്സിലാവുന്നത്. ശമ്പളം എത്ര? 4000, 5000 ഒന്നുമില്ല, 2000, 1500, 2500 ഇതാണ് ഓഫർ ഓരോന്ന് വരുന്നത്. ഞാൻ അങ്ങോട്ട് തരാം. അപ്പോൾ ഇതായിരുന്നു ഇങ്ങനെ നിൽക്കുന്നത്. പക്ഷെ ഇതിന്റെ ഏറ്റവും ബെസ്റ്റ് പാർട്ട് വാസ് ദാറ്റ് ഞാൻ ഈ പോയ 7 ഇന്റർവ്യൂവിൽ 5 ഇന്റർവ്യൂ ഐ ക്രാക്ട്. 5 ഇന്റർവ്യൂ ഐ ക്രാക്ട്. ക്രാക്ക് ചെയ്യാനുള്ള മേജർ റീസൺ എന്താ അറിയോ? പിന്നെ ഞാൻ ആ ഇന്റർവ്യൂവിന് പോയ കോണ്ടന്റോ നോ കോണ്ടന്റ് ആയിട്ട് ഇത് യാതൊരു ബന്ധവുമില്ല. ദിസ് ഹാസ് നത്തിങ് ടു ഡു വിത്ത് കോണ്ടന്റ്. ഞാൻ ഈ ഇന്റർവ്യൂവിന് പോയ സമയത്ത് ഞാൻ പോയ കോലം എന്ന് പറഞ്ഞാണെങ്കിൽ ജീൻസ്, ടീഷർട്ട്, തൊപ്പി ഇതിട്ടാണ് ഞാൻ ഇന്റർവ്യൂസിന്. ജോലി വേണ്ടല്ലോ, ജോലി വേണ്ട. യെസ്, കാരണം എനിക്ക് ജോലി വേണ്ട. ജോലി കിട്ടിക്കഴിഞ്ഞാൽ ഞാൻ ലോക്കാവും. എനിക്ക് ഇവിടെ അതിനെക്കാട്ടും നല്ല പൈസ കോണ്ടന്റ് ക്രിയേഷൻ ത്രൂ കിട്ടുന്നുണ്ട്. വൈ? അപ്പോൾ ഞാനൊരു മറ്റേ ബിസിനസ് ബേയിൽ ഒരു ഇന്റർവ്യൂവിന് ദുബായിൽ പോയ സമയത്ത് ആ ഇന്റർവ്യൂവിന് ബെല്ലടിച്ച് ആ ഓഫീസിൽ തുറന്നപ്പം ആരാ എന്താന്ന് ചോദിച്ചത്. കാരണം എൻ്റെ കോലം കണ്ടിട്ട് ഞാൻ പറഞ്ഞു ഇന്റർവ്യൂ ഓക്കെ കം. ഞാനവിടെ പോയപ്പം നമ്മളവിടെ ഇരിക്കും, ലൈനിൽ ഇരിക്കുന്ന തൊട്ടപ്പുറത്തെ സൈഡിലൊക്കെ ആൾക്കാരുണ്ട്, കോട്ട്, സൂട്ട്, ബ്ലാക്ക് ടൈ, പിന്നെ ഒരു ബ്ലാക്ക് ബാഗ്, നല്ല ലുക്കുള്ള ബാഗ്, മറ്റേ ഓഫീസ് ബാഗും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ അതൊക്കെ. ഞാനാണെങ്കിൽ ടീഷർട്ടും, ഞാൻ ഒരു പ്രാവശ്യം റെഡ് ടീഷർട്ടും റെഡ് തൊപ്പി ഇട്ടിട്ടാണ് ഞാനൊരു ഇന്റർവ്യൂവിന് പോയത്. അങ്ങനെ ഞാൻ ആ ഇന്റർവ്യൂവിനൊക്കെ പോയി റിസൾട്ട് വരുമ്പം അത് സാധനം കിട്ടി. പിന്നെ ആ ഇന്റർവ്യൂവിൽ തന്നെ ഉണ്ടല്ലോ നെഗോസിയേഷൻ ആണ് ഏറ്റവും രസം. ഒന്നാമത് എനിക്ക് ടെൻഷനില്ല, എനിക്ക് ജോബ് വേണ്ട, ഒരു ടെൻഷനും ഇല്ല. നമുക്ക് വേണ്ടാന്ന് തീരുമാനിച്ച് പോയി കഴിഞ്ഞാൽ പിന്നെ ഒന്നും നഷ്ടപ്പെടാനില്ല. അപ്പൊ അങ്ങനെ ഞാൻ ഇന്റർവ്യൂവിൽ വന്ന് ഒരാൾ പറഞ്ഞു ഓക്കെ ഒരു ഇന്റർവ്യൂ ഞാൻ അറ്റൻഡ് ചെയ്ത് ക്രിപ്റ്റോന്റെ ABCD എനിക്കറിയില്ല. എനിക്ക് ഇപ്പോഴും അറിയില്ല ക്രിപ്റ്റോന്റെ പറ്റിയിട്ട് ഒരു
തേങ്ങ എനിക്കറിയില്ല. ക്രിപ്റ്റോന്റെ കമ്പനിയിലൊക്കെ ഞാൻ പോയിട്ട്, കാരണം ഞാൻ ഈ ലിങ്ക്ഡിൻ വർക്ക് ചെയ്യുന്നുണ്ടോ നോക്കാൻ വേണ്ടിയിട്ടുണ്ടല്ലോ, നേരത്തെ അപ്ലൈ എന്താ ജോബ് JD ഒന്ന് വായിക്കലും കൂടില്ല, അങ്ങനെ അപ്ലൈ ചെയ്താ. അങ്ങനെയാണ് ഓരോന്നിലും വിളി വരാൻ തുടങ്ങി. അങ്ങനെ വിളി വന്ന് പോയി നോക്കിയപ്പോൾ ഒരു പറഞ്ഞ് നമുക്ക് സാലറി ഇല്ല, കമ്മീഷൻ ബേസ്ഡ് ആണ്, നിങ്ങളൊരു ആളെ കൊണ്ടുവരുന്ന അനുസരിച്ചിട്ട് ഇതിൻ്റെ അകത്ത് അവർ ഇൻവെസ്റ്റ് ചെയ്യുന്ന അനുസരിച്ചിട്ട് അതിൻ്റെ പെർസെൻറ്റേജ് തരും. ഞാൻ പറഞ്ഞു എനിക്ക് താല്പര്യമില്ല. പിന്നെ അതിൻ്റെ അകത്ത് ഒരു മലയാളി ഉണ്ടായിരുന്നു, ആളാണ് നിന്നെ ഞാൻ എവിടെയോ കണ്ടിട്ടുണ്ടല്ലോ. അപ്പോൾ ഞാൻ പറഞ്ഞു ചെറുതായിട്ട് വീഡിയോ ഒക്കെ റോമിംഗ് ബ്ലോഗർ, ആൾക്ക് മനസ്സിലായി. അപ്പം തന്നെ എൻ്റെ പ്രൊഫൈൽ കാണിച്ചു കൊടുത്തപ്പോൾ അപ്പം തന്നെ എൻ്റെ ഫീഡിൽ കുറച്ച് മേജർ ആയിട്ടുള്ള ആൾക്കാരുണ്ടായിരുന്നു. ആ ആൾക്കാരെന്ന് പറഞ്ഞാണെങ്കിൽ റിസ്വാൻ സാജൻ, ധനൂപ്. റിസ്വാൻ സാജൻ എന്ന് പറഞ്ഞിട്ടുള്ളൊരു, ഇപ്പം ഹീസ് ലൈക്ക് ഇപ്പോഴെന്നല്ല, പണ്ടേ ഹീസ് ബിഗ്. പക്ഷെ ഞാൻ കുറെ മുമ്പ് ഇയാളെ ഔട്ട് റീച്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. എന്നിട്ട് ഒരു മലയാളീസിനും ആക്സസ് ഇല്ലാത്ത ഒരു സമയത്ത് എനിക്ക് ആളെടുത്ത് ആക്സസ് കിട്ടി. ഹീ സോ മൈ മെസ്സേജസ്, ഹീ റെസ്പോണ്ടഡ്. ആള് PAന്റെ നമ്പറും കാര്യങ്ങളൊക്കെ തന്ന്. ഹീ ഇൻവൈറ്റഡ് ടു എ പാർട്ടി. ഹീ ഇൻവൈറ്റഡ് മീ ടു എ പാർട്ടി, ലോഞ്ച് ഓഫ് എ ന്യൂ പ്രോപ്പർട്ടി ഇൻ ദുബായ്. റിസ്വാൻ സാജനെ വരെ എനിക്ക് ഇൻസ്റ്റാഗ്രാം ത്രൂ ആയിക്കോട്ടെ ഔട്ട് റീച്ചിന്റെ പവർ എന്ന് പറഞ്ഞാണെങ്കിൽ ധനൂപിന്റെ ബില്യനിയർ ആയിട്ടുള്ള റിസ്വാൻ സാജനെ വരെ എനിക്ക് ഔട്ട് റീച്ച് ചെയ്തിട്ട് ഇപ്പോൾ എനിക്ക് കിട്ടി. ദാറ്റ് ഈസ് ദ പവർ ഓഫ് ഔട്ട് റീച്ച്. അപ്പോൾ റിസ്വാൻ സാജൻ, പിന്നെ അതേ കാറ്റഗറിയിലുള്ള വേറെയും കുറച്ച് ആൾക്കാരുണ്ട്. ഈ ഫോട്ടോസ് കണ്ടപ്പോൾ ഉണ്ടല്ലോ, ഇവരെ മൈൻഡ് സെറ്റ് മൊത്തത്തിൽ മാറി. ആ ഇന്റർവ്യൂവിൽ ഇരിക്കുന്ന ആൾക്കാർ, കാരണം ഇവരെ ആവശ്യം എന്താ, ഇൻവെസ്റ്റ്മെന്റ് കൊണ്ടുവരാൻ. പൈസ ഉള്ള ആൾക്കാർ ഇതൊക്കെ എന്റെ ഫീൽഡിൽ കുറച്ച് ആൾക്കാർ ഇത് കണ്ട്. അപ്പൊ തന്നെ നിഹാദ്, സോ ലെറ്റ്സ് വർക്ക് ഔട്ട് ഓൺ അനദർ പ്ലാൻ, വിൽ കം അപ്പ് വിത്ത് എ സാലറി പാക്കേജ്. സോ വിൽ ഹാവ് എ ബേസിക് സാലറി ഓഫ് അറൌണ്ട് 2000 dirhams per month plus commissions. Okay, but I'm not interested. ആ 2000 3,000 ആയി. ഞാൻ പറഞ്ഞു എനിക്ക് വേണ്ട, താല്പര്യമില്ല ജോബ്. ഐ ഡോണ്ട് വാണ്ട് ഇറ്റ്. കാരണം എനിക്ക് അറിയാത്തൊരു ഇൻഡസ്ട്രിയാണ്. കാരണം എന്നോട് ആദ്യം വന്ന് ചോദിച്ച ക്രിപ്റ്റോനെ പറ്റി അറിയോ വെച്ച്, ഞാൻ പറഞ്ഞു ഇല്ല എനിക്കറിയില്ല. പിന്നെ എന്തിനാ വന്നതെന്ന് വരെ ആൾ ചോദിച്ചു. ഞാൻ പറഞ്ഞു ഞാൻ ഓപ്പൺ ആയിട്ട് ഞാൻ പറഞ്ഞു ഞാൻ എൻ്റെ ഇന്റർവ്യൂ സ്കിൽസ് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി വന്നതാണ്. അയാളും ഷോക്കായി, അയാളും മൊത്തത്തിൽ ഷോക്കായി. പിന്നെ എന്താ വന്നെന്നുള്ളത് അതിന്റെ ശേഷമാണ് ഇതൊക്കെ കാണുന്നത്. അപ്പം അയാൾ അപ്പം തന്നെ എന്നെ ഇറക്കാൻ വേണ്ടി നിൽക്കുന്നു, കാര്യമില്ലല്ലോ. പിന്നാണ് എന്റെ മുഖം ഫെമിലാരിറ്റി അതിനകത്ത് മലയാളി ഉള്ളത് കൊണ്ട് ഇത് കെട്ടിയപ്പോഴാണ് ഈ പറഞ്ഞ ഓഫറും കാര്യങ്ങളെല്ലാം വന്നത്. പിന്നെ ഞാൻ അവിടെ നിന്ന് താഴത്ത് എത്തിയ ഉടനെ പിന്നെയും അടുത്ത ഓഫർ ലിങ്ക്ഡിനിൽ തന്നെ അയാളെ മെസ്സേജ് നമ്പർ ചോദിച്ചിട്ട് ആ ഒരാഴ്ച ഇത് 4,000 ആയി 5,000 ആയി. ഞാൻ പറഞ്ഞ ബ്രോ എനിക്ക് വേണ്ട, കാരണം എനിക്ക് അറിയില്ല. ഒന്നാമത്തെ എനിക്കൊരു ഇതുണ്ട്, എൻ്റെ ഈ പറഞ്ഞ കോണ്ടാക്ട്സ് എല്ലാം ഞാൻ ഒരിക്കലും പൈസ ചോദിക്കൂല, ഞാൻ ആരെടുത്തും ഇതാക്കൂല. അതുകൊണ്ട് തന്നെയാണ് എനിക്ക് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുന്നത്. കറക്റ്റ്. കാരണം ബാക്കി ഞാൻ കണ്ടെന്ന് വെച്ചാണെങ്കിൽ ഒരു നല്ലൊരു കോൺടാക്ട് കിട്ടി കഴിഞ്ഞാൽ മാക്സിമം ആൾക്കാരെ യൂട്ടിലൈസ് ചെയ്യും. എനിക്കത് താല്പര്യമില്ലാത്തൊരു സാധനം, ഞാൻ യൂട്ടിലൈസ് ചെയ്യേയില്ല. അവർക്ക് എന്തെങ്കിലും ഹെൽപ്പ് ഉണ്ടെങ്കിൽ ഞാൻ ചെയ്ത് കൊടുക്കാന്നല്ലാതെ ഞാനായിട്ട് ആരെടുത്തൊന്നും അങ്ങനത്തെ ഒരു ഫിനാൻഷ്യൽ ആയിട്ടുള്ള സംഭവത്തിന് ഞാൻ പിന്നാലെ നിൽക്കൂല. അങ്ങനെ ഞാൻ കുറേ ഇന്റർവ്യൂസ് അറ്റൻഡ് ചെയ്തു. അപ്പോൾ എനിക്ക് ജോബ് മാർക്കറ്റ് ഏകദേശം മനസ്സിലായി. ഇനി നാട്ടിലേക്ക് പോകുന്നതിൻ്റെ 2 ദിവസം മുമ്പ് ഏറ്റവും എല്ലാം കഴിഞ്ഞ് പെട്ടെന്ന് ഞാനൊരു കമ്പനി ആയിട്ട് UAE ബേസ്ഡിലൊരു കമ്പനി ആയിട്ട് ഞാനൊരു കൊലാബറേഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു. ഒരു ട്രാവൽ ആൻഡ് ടൂറിസം ഓറിയന്റഡ് ആണ്. അപ്പം അവരെനിക്ക് ജെറ്റ് സ്കി തന്നു. ദുബായിൽ എൻ്റെ പണ്ട് മുതലുള്ള ഡ്രീം ആയിരുന്നു ബുർജ് അൽ അറബിൻ്റെ അവിടുന്ന് ജെറ്റ് സ്കി ഓട്ടാന്നുള്ളത്. അതിൻ്റെ ഡ്രീം എന്ന് പറഞ്ഞാൽ ദാറ്റ്സ് ഓൾസോ പാർട്ട് ഓഫ് ലക്ഷറി സ്റ്റഫ്. അങ്ങനെ ഒരു കമ്പനി എനിക്ക് ജെറ്റ് സ്കി ഓട്ടാൻ വേണ്ടി തന്ന് ഞാൻ അതിൻ്റെ വീഡിയോ ഇത് നല്ലോണം എനിക്ക് ഇഷ്ടപ്പെട്ട്. അപ്പോൾ അതിൻ്റെ ആൾക്കാരായിട്ട് ഞാൻ പരിചയം. ദാറ്റ്സ് ഇറ്റ്. ഒരു ദിവസം അവരെ സ്റ്റാറ്റസ് ഞാൻ കണ്ട് ഹയറിങ് കോണ്ടന്റ് ക്രിയേറ്റർ ഇതെന്ന് പറഞ്ഞിട്ട് അപ്ലൈ എന്ന് പറഞ്ഞിട്ട്. എനിക്ക് ജോബ് താല്പര്യമില്ലല്ലോ. ഞാൻ എന്തായാലും ഇത്രയും ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്ത് ഇനിയിപ്പോൾ ഒരു ഇൻ്റർവ്യൂ കൂടെ അറ്റൻഡ് ചെയ്യാൻ വെറുതെ എനിക്ക് മെസ്സേജ് ഞാൻ മതിയോ എന്നുള്ള രീതിയിൽ ഓക്കെ ആൾ പറഞ്ഞു ഞാൻ കം ഫോർ ദി ഇൻ്റർവ്യൂ എന്ന് പറഞ്ഞു. ഞാൻ ആദ്യം വെറുതെ അയച്ചതിന് ശേഷം ഇൻ്റർവ്യൂ എന്ന് പറഞ്ഞപ്പോൾ എന്തായാലും ഇത്രയും കഴിഞ്ഞ് ഒരു ഇൻ്റർവ്യൂ കൂടെ. അങ്ങനെ ഞാൻ വെറുതെ ഇൻ്റർവ്യൂവിന് പോയി. അത് ഇതേ വേഷത്തിൽ തന്നെ പോയത്, ജോബ് വേണ്ട. പിന്നാണ് മനസ്സിലായത് അവിടെ പോയപ്പം ജോബ് റോൾ എന്താ, ദുബായ് എക്സ്പ്ലോർ ചെയ്യുക, അതിൻ്റെ വീഡിയോ ഉണ്ടാക്കുക, കോണ്ടന്റ് ക്രിയേറ്റർ എന്നുള്ള ജോബ് റോള്. ഓക്കെ, ദാറ്റ് സൗണ്ട്സ് ഇൻട്രസ്റ്റിംഗ്. അപ്പം ദുബായിത്തെ ഞാൻ വിചാരിച്ച സാധനങ്ങളൊക്കെ എക്സ്പീരിയൻസ് ചെയ്യാന്നുള്ള ഒരു സ്കീമാണ്. ഒരു പൈസ ഇങ്ങോട്ട് മാസ ശമ്പളവും വിസയും കാര്യങ്ങളും. അങ്ങനെ ഞാനത് അക്സെപ്റ്റ് ചെയ്തു. ഈ ജോബിന് കയറണ്ട എന്ന് ഉറപ്പിച്ച് ഞാൻ അങ്ങനെ അക്സെപ്റ്റഡ് ഇറ്റ്. അങ്ങനെ ഞാൻ ജോബിന് കയറാൻ തീരുമാനിച്ചു. ഓഫർ ലെറ്ററും കാര്യങ്ങളൊക്കെ ഒപ്പിട്ട് മാസം നല്ല സാലറി സെറ്റ്. എത്രയാണെന്ന് ഞാൻ ഒന്നും പറയുന്നില്ല, പക്ഷേ സാലറി വാസ് പ്രിറ്റി ഗുഡ്. അങ്ങനെ അതൊന്നും ഓക്കെ അടിച്ച് ഞാൻ എന്നിട്ട് കൺട്രി എക്സിറ്റ് ചെയ്ത് പിന്നെ ഒരു മാസം നാട്ടിൽ
നാട്ടില് ഒരു മാസം ഞാനെങ്കിൽ അവർ വിസ ഒക്കെ അടിച്ച് കഴിയുമ്പോഴത്തേനും തിരിച്ച് ജോയിൻ ചെയ്യണം എന്നുള്ളത് നാട്ടിൽ നിന്ന് ഒരു പറയും വിസ അയച്ചു തന്നിട്ട് തിരിച്ച് ജോയിൻ ചെയ്യാന്നുള്ളത്. അങ്ങനെ ഞാൻ നാട്ടിൽ പോയി തിരിച്ച് ബാക്ക് ടു എൻ്റെ കുറേ കോണ്ടന്റ് ക്രിയേഷനും കാര്യങ്ങളൊക്കെ ഒന്ന് സെറ്റ് ചെയ്ത് ഒന്ന് എൻ്റെ പരിപാടികൾ അവിടുത്തെ ഒന്ന് ഞാൻ വിചാരിക്കാത്തൊരു ജോബ് വന്ന് വീട്ടുകാരും ഹാപ്പി, എല്ലാവരും ഹാപ്പി. ഓക്കെ, ഓന് ദുബായിലെ ജോബിൽ കയറിയല്ലോ എന്നുള്ളൊരു കോണ്ടന്റ് ക്രിയേറ്റർ ആണ്. അത് വിഷയമല്ല, കോണ്ടന്റ് ക്രിയേറ്റർ മാർക്കറ്റിംഗ് അല്ല, കോണ്ടന്റ് ക്രിയേറ്റർ ആൻഡ് മാർക്കറ്റിംഗ് ജോബാണ്, ഫുൾ ടൈം ജോബാണ്. സോ ഇറ്റ് വാസ് ഗുഡ്. ശരി, അങ്ങനെ ഞാൻ ആ ജോബിന് കയറാൻ വേണ്ടി പോകുന്നത്. ഓക്കെ, പെട്ടെന്ന്, കാരണം ജോബിന് പോകുമ്പം ടിക്കറ്റും വിസയൊക്കെ നമ്മൾ തന്നെയാണ് എടുത്തത്, കമ്പനി അല്ല. പെട്ടെന്നാണ് പറഞ്ഞത് വിസ കിട്ടി 2 ദിവസത്തിനുള്ളിൽ കയറണം എന്ന്. അത്ര പെട്ടെന്ന് പറഞ്ഞപ്പോൾ ടിക്കറ്റിന് ഞാൻ 30,000 രൂപേൻ്റെ അടുത്ത് ഞാൻ കൊടുത്തത്. ഫ്ലൈ ദുബായ്, കാലിക്കറ്റ് ടു ദുബായ്. ഞാൻ കൗണ്ടറിൽ ഇരിക്കുന്ന സമയം, അതായത് ഈ ചെക്ക് ഇൻ കൗണ്ടറിൽ എത്തി. ഓക്കെ, എയർപോർട്ടിൽ എത്തി, എല്ലാവരോടും ഗുഡ് ബൈ എന്നൊക്കെ പറഞ്ഞ് ഇനി പ്രവാസി ജീവിതത്തിലേക്ക് ഞാൻ പോകുന്നു, എല്ലാവരോടും ഗുഡ് ബൈ എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ നല്ല വിഷമൊക്കെ ഉണ്ടായിരുന്നു, കാരണം ഇത്രയും നാട്ടിലത്തെ സംഭവങ്ങളൊക്കെ. പക്ഷേ ഫോർ ഗുഡ്, കറക്റ്റ്. അങ്ങനെ കൗണ്ടറിൽ നിൽക്കുന്ന സമയത്ത് എവിടെയോ കണ്ട് പരിചയമുണ്ടല്ലോ. ഞാൻ ആദ്യം അങ്ങോട്ടേക്ക് ചോദിച്ച്, അതായത് ബിസിനസ് ക്ലാസ്സുള്ള ഫ്ലൈറ്റാണത്. അപ്പം ഞാൻ പറഞ്ഞ് എങ്ങനെയെങ്കിലും അപ്ഗ്രേഡ് ഉണ്ടോ? തമാശക്കില്ല. പിന്നെ അവിടെ കൗണ്ടറിൽ ഇരിക്കുന്ന ഒരാൾക്ക് എൻ്റെ പേജ് അവർ ഫേസ് കണ്ടുവരിച്ചു. റോമിംഗ് ബ്ലോഗർ. ഞാൻ പറഞ്ഞു യെസ്. ഞാൻ ചോദിച്ചു ബ്രോ ഒന്ന് ഒരു ബിസിനസ് ക്ലാസ്. ഇല്ല, ഒന്നുമില്ല, ഫ്ലൈറ്റ് ഓൾറെഡി ഫുള്ളും എന്താണ്, എന്തായാലും ഒരു ചാൻസും ഇല്ല എന്നൊക്കെ കഴിഞ്ഞ് പോയി. പിന്നെ ഞാൻ എത്തി, ഫ്ലൈറ്റ് കയറുമ്പോൾ ഉണ്ട് യുവർ ടിക്കറ്റ് ഹാസ് ബീൻ അപ്ഗ്രേഡഡ്. റോമിംഗ് ബ്ലോഗറിന്റെ അടുത്തൊരു മേജർ എനിക്ക് ഗുണം, ഞാൻ 30,000 റുപ്പീസ് ഫ്ലൈറ്റിന് കൊടുത്തപ്പോൾ എനിക്ക് സമാധാനമായത് ഇപ്പോഴാ. ഞാൻ ആദ്യമായിട്ടാണ് എൻ്റെ ലൈഫിൽ ബിസിനസ് ക്ലാസ്സിൽ കയറുന്നത്, പണിക്ക് കയറാൻ നേരത്തെ ഫസ്റ്റത്തെ ഇത്. പക്ഷെ അതിലും വലിയ ഒരു ട്വിസ്റ്റ് എന്താണ്, ഞാൻ ബിസിനസ് ക്ലാസ്സിൽ ദുബായിൽ വന്ന് ഇറങ്ങി. അന്ന് ഇറങ്ങി ആയ സമയത്തുണ്ടല്ലോ, അവിടുത്തെ മറ്റേ ഞാൻ ബാഗേജ് കൗണ്ടറിൽ ഇങ്ങനെ വെയിറ്റ് ചെയ്യണം, ബാഗ് എടുത്ത് ഇരിക്കാൻ പെട്ടെന്ന് ഒരാൾ വന്നിട്ട് റോമിംഗ് ബ്ലോഗറല്ലേ വെച്ച് ആണെന്ന് പറഞ്ഞു. ഞാൻ എന്തെങ്കിലും ചോദിക്കുന്നതിന് മുമ്പ് ആൾ ഒറ്റ പോക്ക് പോയി. ആൾ പറഞ്ഞ് ഞാൻ ഫ്ലൈറ്റിൽ തൊട്ട് ബാക്കിലുണ്ടായിരുന്നു കയ്യിൽ. ആള് ഞാൻ കണ്ടിട്ട് തന്നെ ഇല്ല, ഞാൻ എക്സൈറ്റ്മെന്റ്, ഞാൻ സ്റ്റോറി ഇടല്, ബിസിനസ് ക്ലാസ് ആയിരത്തിലേന്ന് ആള് കണ്ടുപോയി, അങ്ങനെ തന്നെ പോയി. ഞാൻ പിന്നെ ആളെ കണ്ടിട്ടൊന്നുമില്ല. അങ്ങനെ ഞാൻ അവിടെ എത്തി, ഈ കമ്പനീൻ്റെ വണ്ടി ഡ്രൈവറും ഇതും വന്നിട്ടുണ്ടായിരുന്നു, ബോർഡൊക്കെ പിടിച്ച് നിൽക്കുന്നുണ്ട് എൻ്റെ പേരൊക്കെ ഉള്ളത്. അങ്ങനെ പോയിരുന്നു. അപ്പം ഞാൻ വിചാരിച്ചു ഓക്കെ നല്ലൊരു കാറും അടിപൊളി ഡ്രൈവറും ഇതാണ്. നോക്കുമ്പോണ്ട് പിക്കപ്പിലാണ് എന്നെ വിളിക്കാൻ വേണ്ടി വന്നത്. പിക്കപ്പില് മനസ്സിലായി ഞാനെങ്ങനെ ഉണ്ടല്ലോ, ഞാൻ ശരിക്കും ഷോക്കായി പോയി. ഞാൻ എക്സ്പെക്ട് ചെയ്ത ദുബായും ഞാൻ എക്സ്പെക്ട് ചെയ്ത സംഭവം അല്ല. ആദ്യമായിട്ടായിരിക്കും ലോകത്ത് ബിസിനസ് ക്ലാസ്സിൽ വന്ന് ഇറങ്ങിയിട്ട് പിക്കപ്പിൽ കയറി പോകുന്നത്. ബാഗ് എടുത്തിട്ട് ബാക്കിലൊരു ഒറ്റയിടല് ബാഗ് കയറുമെന്ന് പറഞ്ഞിട്ട് പിക്കപ്പിൽ കയറിപ്പോയി. അങ്ങനെ ബാച്ചിലേഴ്സ് അക്കോമഡേഷന് ഞാൻ ഇന്ന് വരെ ഞാൻ അങ്ങനത്തെ ഒരു റൂമിൽ നിന്നിട്ടില്ല. സത്യം പറയുകയാണെങ്കിൽ എൻ്റെ മെന്റൽ സ്റ്റേറ്റ് അന്ന് അപ്പം തന്നെ ഫസ്റ്റ് ഡേ ഞാൻ ഭയങ്കരമായിട്ട് ഇതായി പോയി. ഞാൻ സത്യം പറഞ്ഞാൽ ഞാനൊരു ഡിപ്രസ്ഡ് മൂഡിലേക്ക്, കാരണം ലൈഫ് ഇങ്ങനെ പോകുന്ന ഇടയിൽ പെട്ടെന്ന് ഇങ്ങനത്തെ ഒരു സിറ്റുവേഷനിൽ ആൾക്കാരെ കൂടെ നിൽക്കുക, റാൻഡം ആൾക്കാർ, ഏതൊക്കെയോ ആൾക്കാർ. ഞാൻ ഭയങ്കരമായിട്ടൊരു ഇതിൽ ഞാൻ സത്യം പറഞ്ഞാൽ ഞാൻ ഇങ്ങനെ ജനലിൻ്റെ താഴത്തേക്ക് ഇങ്ങനെ നോക്കിയിട്ട് ചാടിയാലോ എന്ന് വരെയുള്ള ഒരു സിറ്റുവേഷൻ വരെ ഞാൻ ഇങ്ങനെ ആലോചിച്ചിരുന്നു. കാരണം എനിക്കത് ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല. ഞാൻ മടുത്ത്, ഞാൻ എന്നിട്ട് ഒറ്റൊരു മുങ്ങിയിട്ട് തിരിച്ച് നാട്ടിലേക്ക് അന്ന് രാത്രി എന്നെ കയറിയാലോ എന്ന് വരെ ആലോചിച്ചു. പിന്നെ ഞാനൊന്ന് എങ്ങനെയൊക്കെ പിടിച്ചെന്ന് എങ്ങനെയാണെന്ന് എനിക്ക് ഇപ്പോൾ അറിയില്ല, ഞാൻ പിടിച്ചു നിന്ന്. പിന്നെ ഓക്കെ മെല്ലെ കാര്യങ്ങൾ ഓക്കെ ആവാൻ തുടങ്ങി. ഐ സ്റ്റാർട്ടഡ് ഗെറ്റിംഗ് യൂസ്ഡ് ടു ഇറ്റ്. പിന്നെ കുറച്ചൊക്കെ കഴിഞ്ഞപ്പോൾ എനിക്ക് നല്ല റൂം കിട്ടി, കുറച്ചും കൂടെ നല്ല ആൾക്കാരെ കൂടെ, മലയാളീസിൻ്റെ ഒക്കെ കൂടെ റൂം കിട്ടിയപ്പോൾ ഓക്കെ. സോ എൻ്റെ ജോബ് എന്തായിരുന്നു? ജോബ് വാസ് ട്രാവലിംഗ്, എക്സ്പ്ലോറിംഗ് ദുബായ്. ഒരു ദിവസം ഹോട്ട് എയർ ബലൂൺ, പിറ്റേത്തെ ദിവസം ഡെസേർട്ട് സഫാരി, പിറ്റേ ദിവസം ലക്ഷറി യോട്ട്, ജെറ്റ് സ്കീ, അവിടുത്തെ ജെറ്റ് സ്കീ, ഇവിടുത്തെ ജെറ്റ് സ്കീ, പിന്നെ അബുദാബിയിൽ ഹെലികോപ്റ്റർ യാത്ര, ദുബായിൽ ഹെലികോപ്റ്റർ യാത്ര. ഇറ്റ് വാസ് ലൈക്ക് എ ഡ്രീം. പിന്നെ കുറേ കഴിഞ്ഞപ്പം കുറച്ച് ജോബിൽ കുറച്ച് ഇഷ്യൂസൊക്കെ വന്നതിൻ്റെ ശേഷം, കുറച്ച് ലീവിൻ്റെ ഇഷ്യൂസും, പിന്നെ എനിക്കും ഒരു ചെറിയൊരു മടുപ്പ് വരാൻ തുടങ്ങി. ഇതെല്ലാം ആദ്യത്തെ ഒരാഴ്ച ഇതൊക്കെ ഭയങ്കര എക്സൈറ്റ്മെന്റ് ആയിരുന്നു. ബിരിയാണി ഇഷ്ടമാണെന്ന് വെച്ചിട്ട് എല്ലാ ദിവസവും ബിരിയാണി തിന്നാൻ പറ്റില്ലല്ലോ. കറക്റ്റ്. അങ്ങനെ നിൽക്കുന്ന ഒരു സിറ്റുവേഷനിൽ ഭയങ്കരമായിട്ട് ഞാൻ നെഗറ്റീവ് അടിച്ചിരിക്കുകയായിരുന്നു. ജോബിൽ നിന്ന് ഇറങ്ങുന്ന സിറ്റുവേഷനും കാര്യങ്ങളൊക്കെ എത്തിയപ്പം ഷെഫ് പിള്ളേൻ്റെ ഒരു റാൻഡം മെസ്സേജ്, എടാ നീ ഓക്കെ അല്ലേന്ന്. ഇത്രയും വലിയ ആളെ മെസ്സേജാ. അപ്പം ആക്ച്വലി ഐ വാസ് നോട്ട് ഓക്കെ. പക്ഷെ ആൾ അങ്ങനത്തെ ഒരു മെസ്സേജ് അയച്ചപ്പോണ്ടല്ലോ, ഐ വാസ് ലൈക്ക് കണ്ടന്റ് ഇടുന്നില്ലായിരുന്നു ആ സമയത്ത്.
ഇടലൊക്കെ കുറഞ്ഞ് അതൊക്കെ കണ്ടോണ്ടായിരിക്കണം. അപ്പം ഇതിനു മുമ്പ് ഞാൻ ഖത്തറിൽ പോയ സമയത്ത് ഹി ആക്ച്വലി ഓഫേർഡ് മീ എ ജോബ്, എഞ്ചിനീയറിംഗ് ഒക്കെ കഴിഞ്ഞു. പക്ഷെ ഞാൻ ആ ജോബിൽ കയറാനുള്ള മൂഡ് അല്ലാത്തതുകൊണ്ട് ഞാൻ അന്നും ജോബിൽ ഞാൻ ഇല്ല എന്നുള്ള രീതിയിലായിരുന്നു. പക്ഷെ ഓക്കെ അല്ലേ ഇതെന്നുള്ളൊക്കെ മെസ്സേജ് അയച്ചപ്പം ഹീ ഈസ് ലൈക്ക് എ മെന്റർ, എ ബ്രദർ ടു മീ. അങ്ങനെ ജോബ് കാര്യങ്ങളൊക്കെ ഞാൻ അവിടെ നിന്ന് ഇറങ്ങാൻ തീരുമാനിച്ചു. പിന്നെ ഒരു പരിപാടിക്ക് വേണ്ടിയിട്ട് ദുബായിൽ വരുന്നുണ്ടായിരുന്നു. അങ്ങനത്തെ സമയത്ത് നമ്മൾ ദുബായിൽ നിന്ന് മീറ്റ് ചെയ്ത് പറഞ്ഞു അങ്ങനെയാണെങ്കിൽ ഇനി തിരിച്ചു വാ, കയറിക്കുമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ ഇവിടുത്തെ പരിപാടികളൊക്കെ അവസാനിപ്പിച്ച് 3 മാസത്തിൻ്റെ ഉള്ളിൽ എല്ലാം അവസാനിപ്പിച്ച് ഐ വെൻ ടു കൊച്ചി. പക്ഷേ ഈ വരുന്നതിന് മുമ്പ് എൻ്റെ ജോബൊക്കെ ഞാൻ നിർത്തിയ സമയത്ത് ഞാൻ ഇൻസ്റ്റാഗ്രാം ത്രൂ കണക്ട് ചെയ്ത എൻ്റെ 1-2 ഫ്രണ്ട്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഒരാളായിട്ടും കണക്ട് ചെയ്ത് ഞാൻ ഇപ്പോൾ പറഞ്ഞല്ലോ, ഫ്ലൈറ്റ് ഇറങ്ങിയ ഉടനെ ബാഗേജിൻ്റെ ഏരിയയിൽ പേര് വരെ ഞാൻ ചോദിക്കാൻ എനിക്ക് പറ്റിയിട്ടില്ല. ആരാണെന്നുള്ള എനിക്ക് പിന്നെ മനസ്സിലായി. ഹീസ് വൺ ഓഫ് ദ ബിഗ്ഗസ്റ്റ് ഓൺട്രപ്രണേഴ്സ് ഇൻ ദുബായ്. ബിസിനസ് ക്ലാസ്സിൽ ബാക്കിലുണ്ട്, എനിക്ക് അറിയും കൂടെ ഇല്ല. പിന്നാണ് മനസ്സിലായത് ഇന്നൊരാളാണെന്നുള്ളത്. അങ്ങനെ അയാൾ പറഞ്ഞ ജോബൊക്കെ നിർത്തിയില്ല, നമുക്ക് ആഘോഷിക്കേണ്ടതെന്ന്. ആഘോഷിക്കേ, നമുക്ക് നോമ്പ് തുറക്കാൻ ഒരു ചെറിയൊരു സ്ഥലമുണ്ട്, നമുക്ക് അവിടെ പോയാലോ എന്നുള്ളത്. ചെറിയൊരു സ്ഥലമുണ്ട്. അങ്ങനെ എന്നെ പിക്ക് ചെയ്യാൻ, ഞാൻ അന്ന് ആദ്യമായിട്ടാണ് ആളെ കാണാൻ വരുന്നത്. അന്ന് എന്നെ പിക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് വന്നത്. ഞാനിങ്ങനെ പറഞ്ഞു ഞാൻ ഇവിടെ ഉണ്ട്. അങ്ങനെ ആ സ്ഥലത്തേക്ക് പോയി നോക്കുമ്പോണ്ട്, ഞാൻ അങ്ങനെ വണ്ടി നോക്കാം, അല്ല ഇക്ക നിങ്ങളെവിടെ നോക്കുമ്പോൾ മുന്നിൽ G-Wagon, ബോസ് G-Wagonലാണ് വന്നത്. അങ്ങനെ G-Wagonൽ കയറി പറഞ്ഞു ഒരു ചെറിയൊരു സ്ഥലമുണ്ട്, നമുക്ക് അവിടെ പോവാന്ന്. നേരെ കൊണ്ടുപോയത് ബുർജ് അൽ അറബിയിലേക്കാ. ബുർജ് അൽ അറബിയിലേക്ക്, ചെറിയ സ്ഥലം, ഒരു 5 സ്റ്റാർ. കോണ്ടന്റ് ക്രിയേഷൻ നിങ്ങൾ എവിടെ എത്തിക്കും എന്നതിലേയും തെളിവാണ്. യെസ്, നെറ്റ്വർക്കിംഗ് ത്രൂ നമുക്ക് കിട്ടുന്ന ഒരു സംഭവമാണ്. അങ്ങനെ കൊണ്ടുപോയത് 7 സ്റ്റാർ ഇത്രയും ഒരു ഡിന്നർ കഴിക്കാൻ. ഒരാൾക്ക് 11,000 ഇന്ത്യൻ റുപ്പീസാണ് അന്ന്. ആദ്യമായിട്ടാണ് ഞാൻ ഇങ്ങനത്തെ ഒരു ഇതിലൊക്കെ ഞാൻ പോകുന്നത്. അങ്ങനെ എൻ്റെ ജോബ് പോയത് ആഘോഷിച്ചത് ബുർജ് അൽ അറബിൽ വെച്ചിട്ടാണ്. അങ്ങനെ ആദ്യത്തെ മനുഷ്യനായിരിക്കും ജോബ് പോയത് ആഘോഷിച്ച. അതെ, താങ്ക്സ് ടു ഹിം. ഓക്കെ, കാരണം ഞാൻ പേര് പറയാത്ത ആൾക്ക് പേര് പുറത്ത് പറയാൻ ആഗ്രഹിക്കാത്ത ഒരാളാണ്. അതാണ് ഞാൻ പേര് പറയാത്തത്. അങ്ങനെ കൂടെ കറങ്ങാനൊക്കെ പോയി, തിരിച്ച് ഇറക്കി തന്നു. ഇതൊക്കെ കഴിഞ്ഞ് ഞാൻ തിരിച്ച് നാട്ടിൽ പറ്റി. ബാംഗ്ലൂരിൽ ബാക്ക് ടു ബാംഗ്ലൂർ, ബൈജൂസ് തുടങ്ങി തിരിച്ച് ബാംഗ്ലൂരിൽ ഷെഫ് പിള്ളേന്റെ കമ്പനിയിൽ ജോയിൻ ചെയ്ത്. അങ്ങനെ ലൈഫ് ടുക്ക് എ ടേൺ. ദാറ്റ് വാസ് ലൈക്ക് വൺ ഓഫ് ദ ബെസ്റ്റ് ഡിസിഷൻസ് വർക്കിംഗ് അണ്ടർ സച്ച് ടോപ്പ് ഓൺടർപ്രണർ. അങ്ങനെ കുറേ നല്ല കോണ്ടന്റ് ക്രിയേഷനും കാര്യങ്ങളൊക്കെ ത്രൂ പഠിച്ച് ഇത്രയും വലിയൊരു കമ്പനീൻ്റെ ഒരു മാർക്കോം മാനേജർ ആയിട്ടാണ് ഞാൻ ജോയിൻ ചെയ്തത്. ആൻഡ് ദാറ്റ് വാസ് ഗോയിങ് വെരി വെൽ. ആൻഡ് മാർക്കോം മാനേജർ മാർക്കറ്റിംഗ് ആൻഡ് കമ്മ്യൂണിക്കേഷൻസ്. സോ ഇത്രയും ആൾക്കാണെങ്കിൽ നോൺ സ്റ്റോപ്പ് ഓപ്പണിങ്സ് ആണ്, കുറേ നല്ല നല്ല ബ്രാൻഡ്സ് വരുന്നത്. ഹീ ഈസ് വൺ ഓഫ് ദ ബെസ്റ്റ് ബ്രാൻഡ്സ്. അപ്പം പോലത്തെ ഒരു ബ്രാൻഡ് മാനേജ് ചെയ്യാനും കൊളാബറേഷൻസും കാര്യങ്ങളെല്ലാം മാനേജ് ചെയ്യാനും. സോ ഈ ഒരു സമയമാകുമ്പോഴത്തേനും ഐ യൂസ് ടു മാനേജ് എ ലോട്ട് ഓഫ് ഇൻഫ്ലുവൻസേഴ്സ്, കുറേ ഇൻഫ്ലുവൻസേഴ്സ്. പിന്നെ അതങ്ങനെ രീതിയിൽ പിന്നെ ത്രൂ നല്ല നെറ്റ്വർക്ക് കിട്ടി. ഷെഫ് പിള്ളേ, RCP ഹോസ്പിറ്റാലിറ്റി, റെസ്റ്റോറൻറ്റ് ഷെഫ് പിള്ളേ ഹോസ്പിറ്റാലിറ്റി എന്നുള്ള കമ്പനി വാസ് ദി ബെസ്റ്റ് ഡിസിഷൻ ഇൻ മൈ ലൈഫ്. അങ്ങനെ ത്രൂ നാട്ടിൽ ജോയിൻ ചെയ്തതിനു ശേഷം കുറേ നല്ല നെറ്റ്വർക്കും കാര്യങ്ങളും കിട്ടി. പിന്നെ ദാറ്റ് വാസ് ലൈക്ക് എക്സ്പാൻഡിങ്. ഇതുവരെ ഇപ്പോൾ ഈ സമയത്തൊക്കെ കോണ്ടന്റ് ക്രിയേഷൻ അപ്പോഴൊക്കെ നടക്കുന്നുണ്ട്. അത് ഞാൻ ഒരിക്കലും വിട്ടില്ല. ഇല്ല, കാരണം അത് വിട്ടതിനെ കഴിഞ്ഞ്. കറക്റ്റ്. കോണ്ടന്റ് ക്രിയേഷൻ ത്രൂ ആണ് നമുക്ക് ഇത്രയും നല്ല നെറ്റ്വർക്കിംഗ്, കോണ്ടന്റ് ക്രിയേഷനും പിന്നെ പഠിച്ചവന്റെ ഒരു ഇതും എല്ലാം കൂടെ കാരണമാണ് നമുക്ക് ഇത്രയും എത്താൻ പറ്റിയത്. ഇത്രയും നല്ല സാധനം ഉണ്ടെങ്കിൽ വൈ ഷുഡ് ഐ ലീവ് ഇറ്റ്? കറക്റ്റ് എന്നുള്ളൊരു കോൺസെപ്റ്റ് ആയിരുന്നു. അല്ല, പല കോണ്ടന്റ് ക്രിയേറ്റേഴ്സിനും അവരെന്തെങ്കിലും ഒന്ന് കയറുമ്പോൾ കോണ്ടന്റ് നിർത്തും. അതെ, പക്ഷെ മറന്നു പോണത് ഈ കോണ്ടന്റ് ആണ് ഇവിടം വരെ എത്തിച്ചേ. യെസ്, ഇനി അടുത്ത ലെവലിലേക്ക് എത്തിക്കലും ഈ കോണ്ടന്റ്. അതെ, അതാണ് ഇതിൻ്റെ ഒരു സംഭവം. അപ്പോൾ അതുകൊണ്ട് എനിക്ക് അത് വിടാൻ ഒരു താല്പര്യമില്ലായിരുന്നു. അങ്ങനെ കോണ്ടന്റ് ക്രിയേഷൻ ഐ കെപ്റ്റ് ഓൺ കണ്ടിന്യൂയിങ്. അങ്ങനെ ഷെഫ് പ്ലാൻ്റെ കൂടെ കയറി. മാർക്കറ്റിംഗ് വാസ് ഗോയിങ് വെരി വെൽ, ഹിസ് കമ്പനി വാസ് ഡൂയിങ് വെരി വെൽ. അങ്ങനെ നമ്മളെ ഇൻ ഹൗസ് ആയിട്ടുള്ളൊരു മാർക്കറ്റിംഗ് സംഭവങ്ങളും ടീമിനൊക്കെ ബിൽഡ് ചെയ്ത് അങ്ങനെ കുറേ കാര്യങ്ങൾ ഐ വാസ് ഓൾസോ ലേണിംഗ്. അങ്ങനെ പോയി. ആൻഡ് അതിൻ്റെ ഒക്കെ ഇടയിൽ റൈറ്റ് നൗ ലൈക്ക് അതിന് ശേഷം ഞാൻ ഒരു പ്രാവശ്യം ദുബായിലേക്ക് വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ എനിക്ക് കഴിഞ്ഞ ഒക്ടോബറിൽ ഞാനൊരു മലേഷ്യൻ ട്രിപ്പ്, എനിക്കൊരു ഓഫർ വന്ന് ഒരു ട്രാവൽ ഏജൻസി ത്രൂ. അങ്ങനെ ഒരു അത് ഇങ്ങോട്ടേക്ക് വന്നൊരു ഓഫറാണ്, ഫുൾ എക്സ്പെൻസ് പെയ്ഡ് മലേഷ്യൻ ട്രിപ്പ്. അങ്ങനെ മലേഷ്യ ട്രിപ്പിലൊക്കെ പോയി തിരിച്ചു വന്ന് ആ ട്രിപ്പിനിടയിൽ ഞാൻ എയർ ഏഷ്യനൊക്കെ, ഞാൻ പോയതൊക്കെ എയർ ഏഷ്യയിലും വന്നതൊക്കെ എയർ ഏഷ്യയിലാണ്. അങ്ങനെ എയർ ഏഷ്യയിൽ എനിക്ക് നല്ല ആഗ്രഹം, കാരണം എനിക്ക് ഇന്ന് വരെ ഫ്ലൈറ്റ്സും കാര്യങ്ങളൊന്നും കൊളാബറേഷൻ എനിക്ക് കിട്ടിയിട്ടില്ല. ബാക്കി ഹോട്ടൽസും ഇതൊക്കെ കിട്ടി, പക്ഷേ ഫ്ലൈറ്റ്സ് കിട്ടിയിട്ടില്ല.
അങ്ങനെ നിൽക്കുന്ന സമയത്താണ് എയറേഷ്യൻ്റെ വലിയൊരു ക്യാമ്പയിന് മലേഷ്യയിൽ നടക്കുന്നുണ്ട്. അത് എപ്പോഴാന്ന് വെച്ചാണെങ്കിൽ ഞാൻ എൻ്റെ മലേഷ്യ ട്രിപ്പൊക്കെ കഴിഞ്ഞ് ഞാൻ തിരിച്ച് ഫ്ലൈറ്റ് കയറാൻ വേണ്ടി നിൽക്കാം. അത് നിൽക്കുന്ന സമയത്ത് ഞാൻ എയറേഷ്യൻ ഫ്ലൈറ്റിൻ്റെ ഇതിൽ ഞാൻ എൻ്റെ സ്റ്റോറീസിലൊക്കെ എയറേഷ്യനൊക്കെ ടാഗ് ചെയ്യലുണ്ടായിരുന്നു. അത് കണ്ടിട്ട് എവിടുന്നോ അറിയില്ല എയറേഷ്യയിൽ വർക്ക് ചെയ്യുന്ന ഒരു മെയിൻ ആള് എന്നെ കണക്ട് ചെയ്ത് ഇൻസ്റ്റാഗ്രാം ത്രൂ. എന്നിട്ട് പറഞ്ഞ് നമുക്ക് മറ്റന്നാളൊരു വലിയൊരു ഇവന്റ് ഉണ്ട്, നിഹാദ് വുഡ് യു ലൈക്ക് ടു ബി എ പാർട്ട്. ദാറ്റ് വാസ് ലൈക്ക് ഐ വാസ് സോ ഹാപ്പി ബട്ട് സാഡ് അറ്റ് ദ സെയിം ടൈം. കാരണം ഞാൻ തിരിച്ച് നാട്ടിലേക്ക് വരാൻ വേണ്ടിയിട്ട് എയർപോർട്ടിൽ നിൽക്കാം. മറ്റന്നാളാണ് അതിൻ്റെ പരിപാടി. ഞാൻ എങ്ങനെ നിൽക്കാനാണ്? ഇത് ഫുള്ളി ഇതെല്ലാം കഴിഞ്ഞ് ഇതെല്ലാം സെറ്റ് ചെയ്ത് എനിക്ക് എന്തായാലും തിരിച്ചെത്തിയേ പറ്റൂ. ഒന്നും ചെയ്യാനില്ല. എനിക്ക് ഭയങ്കര സങ്കടമാണ് ആ ഇവൻറ്റിന് പോകാൻ പറ്റാത്തതുകൊണ്ട്. തിരിച്ച് നാട്ടിലേക്ക് പോയി അതെല്ലാം കഴിഞ്ഞ് ഒന്നും ചെയ്യാനില്ല, ബാക്ക് ടു വർക്ക് കാര്യങ്ങളൊക്കെ. പിന്നെ ഒരു ലീവിൻ്റെ ഇടയിൽ ഒക്ടോബറിൽ മലേഷ്യ കഴിഞ്ഞ് നവംബറിൽ എൻ്റെ ഒരു ആനുവൽ ലീവിൽ ഞാൻ ദുബായിലേക്ക് വന്നു. ദുബായിൽ അഗെയിൻ ആഘോഷങ്ങളും പരിപാടികളൊക്കെ ആയിട്ട് കിട്ടിയ പൈസ ഒക്കെ ദുബായിൽ നിന്ന് പൊട്ടിക്കാൻ വേണ്ടി വന്നു. അങ്ങനെ ദുബായിൽ നിന്ന് തിരിച്ച് ഞാൻ വന്ന ഉടനെ എനിക്ക് നവംബർ ലാസ്റ്റിലാണ് തിരിച്ചു തരുന്നത്. അപ്പോൾ തന്നെയുണ്ട് എനിക്കൊരു മെസ്സേജ്. എയറേഷ്യൻ്റെ മാർക്കറ്റിംഗ് ചെയ്യുന്ന ഒരു ഏജൻസി ഉണ്ട്, അവരെ ഒരു ആൾ എന്നെ കോൺടാക്ട് ചെയ്തിട്ട് പറഞ്ഞ് വുഡ് യു ലൈക്ക് ടു ബി എ പാർട്ട് ഓഫ് എയറേഷ്യ ക്യാമ്പയിൻ. ഇഞ്ചാ മോനെ ഞാൻ അതിന് തുള്ളി കളിച്ചിനെ കണക്കില്ല. കാരണം എയറേഷ്യൻ്റെ ഒക്കെ കൂടെ കൊലാബറേറ്റ് ചെയ്യുന്ന പറഞ്ഞെങ്കിൽ ഇറ്റ് വാസ് എ ഡ്രീം. നിന്റെ ഫുള്ള് ഡ്രീം കം ട്രൂ ആണല്ലോ. ഇറ്റ് ഈസ് ഓൾ അബൌട്ട് ഡ്രീം കമ്മിങ് ട്രൂ. അങ്ങനെ എയറേഷ്യൻ്റെ കൊലാബറേഷൻ ചെയ്യാൻ പറ്റി. അതിലെന്തായിരുന്നു വെച്ചാണെങ്കിൽ ഞാൻ അതിൽ ഇൻഡെപ്ത് ഞാൻ പോകുന്നില്ല, പക്ഷേ എയറേഷ്യൻ്റെ ഭാഗമായിട്ട് ഐ ഗോട്ട് ടു ട്രാവൽ ടു മലേഷ്യ, ഹോങ്കോങ്, മക്കാവ്, ബാങ്കോക്ക്, പിന്നെ അത് ഒരു ബെൽറ്റിൽ. പിന്നെയുള്ള ബെൽറ്റിൽ സിംഗപ്പൂർ ട്രാവൽ ചെയ്ത്, പിന്നെ സിംഗപ്പൂർ കഴിഞ്ഞിട്ട് വിയറ്റ്നാമിൽ ഫുക്കോക്ക് എന്ന് പറഞ്ഞിട്ടൊരു ഐലൻഡ് ഉണ്ട്, അവിടെ പോയി. പിന്നെ അത് കഴിഞ്ഞിട്ട് ഇന്തോനേഷ്യയിൽ ലൊംബോക്ക് എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഐലൻഡ് ഉണ്ട്, അവിടെ പോയി. പിന്നെ ബാലിയിൽ പോയി. ഇതെല്ലാം കൂടെ കഴിഞ്ഞ് തിരിച്ചു വന്ന് എയർപോർട്ട് ഫുൾ എയർപോർട്ട്സും കാര്യങ്ങളും അതും തന്നെ. ഞാൻ ശരിക്കും ഉണ്ടല്ലോ ആ ലൈഫ് ഞാൻ എൻജോയ് ചെയ്തു. ഇതെല്ലാം ഈ ഒരു കുറച്ച് സമയം, ഇതൊക്കെ 25 വയസ്സാവണതിൻ്റെ ഉള്ളിൽ. അതെ, ഇത് ദിസ് വാസ് ഇൻ 24. അടിപൊളി. അങ്ങനെ ആ എയറേഷ്യൻ്റെ കൊലാബറേഷനൊക്കെ കഴിഞ്ഞ് ഇപ്പം അങ്ങനെ ഇരിക്കുകയാണ്. അതിൻ്റെ ശേഷമാണ് ഞാനത് ഇപ്പം UAE കൂടുതൽ ഓപ്പർച്യൂണിറ്റീസും കാര്യങ്ങളൊക്കെ എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടിയിട്ട് ഐ കെയിം ഹിയർ ആൻഡ് ഹാപ്പൻ ടു സീ ദി ക്രിയേറ്റേഴ്സ് HQ സ്റ്റഫ്. പക്ഷെ ഞാൻ ഈ ക്രിയേറ്റേഴ്സ് HQയിൽ ഞാൻ അറിയുന്നത് 1 ബില്യൺ സമ്മിറ്റിൻ്റെ ഇതിന് ശേഷം അതിന് ശേഷം ശരിക്കും പറയുകയാണെങ്കിൽ ഓവർ പ്രൊജക്റ്റ് വരുന്നുണ്ട്, പക്ഷെ അതിൻ്റെ സ്റ്റാറ്റസ് എന്തായെന്നുള്ളതാണ്. ഇവിടെ ഞാൻ ഔട്ട്റീച്ച് ചെയ്ത് 1 ബില്യൺ സമ്മിറ്റിൻ്റെ CEO ഉണ്ട്. അഗെയിൻ ഔട്ട്റീച്ച് ടു വൺ ഓഫ് ദ ടോപ്പ് പേഴ്സൺ. She is the CEO of 1 Billion Summit and also Creators HQ ന്റെ മെയിൻ ഹെഡ്. I outreached her on LinkedIn. ഇപ്പം ലിങ്ക്ഡിനൊക്കെ ഞാൻ കുറേ കാര്യങ്ങളൊക്കെ പഠിച്ചു. അങ്ങനെ ആളാണ് എനിക്ക് ഗൈഡ് ചെയ്ത്, ഇങ്ങനെ ഇതിനെ പറ്റിയിട്ടും ടീമിനെ വെച്ചിട്ട് എന്നെ കണക്ട് ചെയ്ത് തരാമെന്നൊക്കെ പറഞ്ഞിട്ട് ഷീ ഗൈഡഡ് മീ. അങ്ങനെ ഐ ഗോട്ട് ടു നോ അബൌട്ട് Creators HQ, അപ്ലൈ ചെയ്ത് ആൻഡ് യെസ് ഗോൾഡൻ വിസ കിട്ടി. ഇപ്പം റൈറ്റ് നൗ അൽഹംദുലില്ലാ 10 years UAE. അതെ, ഞാൻ ഇപ്പം എനിക്ക് ഇതിൻ്റെ അകത്തിന് കിട്ടിയ ഏറ്റവും വലിയ ഇൻസൈറ്റ് എന്താ അറിയോ, കോണ്ടന്റ് ക്രിയേഷൻ കുറേ കാലമായിട്ട് ഞാൻ ചെയ്യുന്നുണ്ട്. ഔട്ട്റീച്ചും എനിക്ക് വേണ്ടവരായിട്ട് ഞാൻ ചെയ്യുന്നുണ്ട്. ഇപ്പം ഞാൻ പറഞ്ഞില്ലേ അങ്കൂർ വാരിക്കു റെസ്പോണ്ട് ചെയ്ത് ഐ ഗോട്ട് ടു മീറ്റ് ഹിം. ഇറ്റ് വാസ് വൺ ഓഫ് ദ ബെസ്റ്റ് എക്സ്പീരിയൻസ്. കാരണം നമ്മളൊരു മെൻറ്ററിനെ ഡയറക്ട്ലി കാണുമ്പോൾ നമുക്ക് കിട്ടുന്ന ആ ഒരു ഇതുണ്ടല്ലോ, എനർജി, അതൊക്കെ കിട്ടി. പക്ഷെ നൗ ഐ ബിലീവ് ദാറ്റ് ദർ ഇസ് മച്ച് മോർ ഓപ്പർച്യൂണിറ്റി ബിക്കോസ് ഞാൻ വിശ്വസിക്കുന്നത് ആ പ്രൊഫൈൽ എനിക്ക് ഓൾറെഡി ഉണ്ട്. ഐ ക്യാൻ ഔട്ട്റീച്ച്, ഐ നോ ഹൗ ടു ഔട്ട്റീച്ച്. ഐ ഹാവ് ജസ്റ്റ് നോട്ട് ഡൺ ഇറ്റ് യെറ്റ്. ഐ ഹാവ് ടു ജസ്റ്റ് സീ വാട്ട്. ഞാൻ ഭയങ്കര മോട്ടിവേറ്റഡ് ആട്ടോ. ഞാൻ കുറച്ച് കാലമായിട്ട് എന്തോ ഒരു ബാക്ക് സീറ്റ്, ഞാൻ ആക്ച്വലി ഈ ഒരു എപ്പിസോഡ് ചെയ്യുമ്പോൾ ഞാനൊരു ബാക്ക് സീറ്റ് എടുത്തോ എന്നായിരുന്നു എനിക്ക് ഫീൽ ചെയ്യുന്നത്. ആൻഡ് നൗ ഐ ഫീൽ ദാറ്റ് യെസ് ഐ വാസ് ഡൂയിങ് എ ബാക്ക് സീറ്റ് ഡ്രൈവിംഗ്. ഐ എം ഗോയിങ് ടു കം ഇൻ ടു ഫ്രണ്ട് സീറ്റ് ഡ്രൈവ്. അപ്പോൾ പിന്നെ ഈ പോഡ്കാസ്റ്റ് വെച്ചിട്ട് വ്യൂവേഴ്സിന് കിട്ടും എന്ന് എനിക്ക് ഉറപ്പാണ്. പക്ഷെ ഇനി അവർക്ക് കിട്ടിയാലും കിട്ടിയില്ലെങ്കിലും എൻ്റെ ലൈഫ് പ്രോബബ്ലി മാറും. ഉറപ്പ്. ഇത് കാരണം നമ്മള് ഇത് വെച്ച് സെറ്റ്. നീ ഇത്ര നേരം സംസാരിച്ച് ഞാൻ എന്തെങ്കിലുമൊക്കെ ചെയ്യും. കാരണം എനിക്കറിയാം ദ പൊട്ടൻഷ്യൽ ഈസ് ഹ്യൂജ്. ഔട്ട്റീച്ച് ഐ വാസ് നോട്ട് സോ, ഞാൻ ഇത്രയും ഭയങ്കര ആക്റ്റീവ് അല്ലായിരുന്നു. പക്ഷെ ദുബായിൽ വന്നപ്പം ഞാൻ കുറേ ആൾക്കാർ ഔട്ട്റീച്ച് ചെയ്തു ആക്ച്വലി, ജസ്റ്റ് ടു അണ്ടർസ്റ്റാൻഡ് എന്താണ് കോണ്ടന്റ് ക്രിയേഷൻ സ്പേസിൽ. അങ്ങനെയാണ് നിങ്ങൾ ഔട്ട്റീച്ച് ചെയ്തത്.
ഔട്ട്റീച്ച് ചെയ്ത് എനിക്ക് മനസ്സിലായി ഭയങ്കര സംഭവമാണ്. ആൻഡ് ദെൻ വി ഡിസൈഡഡ് ടു ഡു ആൻ എപ്പിസോഡ്. യെസ്. But huge revelations, huge. I understand that എല്ലാ വലിയ കമ്പനീസിനും ദേ നോ വാട്ട് കോണ്ടന്റ് ക്രിയേറ്റേഴ്സ് ക്യാൻ ഡു. അവരതിന് സെറ്റപ്പ് ഉണ്ടാക്കിയിട്ടുണ്ട്, ഇൻക്ലൂഡിങ് ദ ഗവൺമെൻറ് ഓഫ് ദുബായ്. അതെ. Huge things. I don't know what to say. Thank you very much. Until we meet again. അതെ. I'm wrapping the episode here. താങ്ക് യു. Thank you, Nihat. മോസ്റ്റ് ഇറ്റ് വാസ് ഫൺ. 3 മണിക്കൂർ ഞാൻ 4 ദിവസമായിട്ട് 3 മണിക്കൂർ നേരെ ഉറക്കിയിട്ടുള്ളൂ. അപ്പൊ നോക്കാം. ഇതന്നെ ഉണ്ടല്ലോ, നമ്മള് സത്യം പറഞ്ഞ ഞാൻ ഇത്ര ലെങ്ത് ആവണമെന്ന് ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. ഐ എം വെരി സോറി വ്യൂവേഴ്സ്, ഐ എം സോ സോറി. ഞാൻ തീരെ ഞാൻ പ്രതീക്ഷിച്ചില്ല ഇത്ര ലെങ്ത് ആവുന്നുള്ളത്. ഇതന്നെ സത്യം പറയട്ടെ, കുറേ ഭാഗങ്ങൾ ഞാൻ കട്ട് ചെയ്തിട്ടുണ്ട്. എന്നിട്ടാണ് ഇത് ഞാൻ കഷ്ടപ്പെട്ടാണ് ഇവിടെ എത്തിച്ചല്ലേ. അതെ, ഞാൻ കുറേ ഭാഗങ്ങൾ കട്ട് ചെയ്തിട്ടുണ്ട്. കാരണം ഈ ഔട്ട്റീച്ചിന്റെ തന്നെ ഇപ്പം എയറേഷ്യന്റെ ഭാഗമായിട്ട് ഞാൻ ഓരോ സ്ഥലത്ത് പോയിട്ടുണ്ടല്ലോ. കാരണം എയറേഷ്യ ദേ പേസ്. അതെ. പക്ഷെ ഞാൻ അത് വെട്ടി കുറക്കാതെ, അതായത് എൻ്റെ പൈസ മാക്സിമം യൂട്ടിലൈസ് ചെയ്യാൻ ഈ പറയുന്ന ഓരോ സ്ഥലത്തും ഞാൻ ഇന്റർനാഷണൽ കൊലാബറേഷൻസ് ഞാൻ പിടിച്ച്. ഹോങ്കോങ്ങിലാണെങ്കിലും സിംഗപ്പൂരിലാണെങ്കിലും ബാലിയിലാണെങ്കിലും അവിടെയൊക്കെ ഞാൻ കൊലാബറേഷൻ. ബേസിക്കലി യു നെവർ സ്റ്റോപ്പ്. അത് ഒരു കൊളാബറേഷൻ കിട്ടിക്കഴിഞ്ഞാൽ ഇനി എന്ത് ചെയ്യാം, ഇനി എന്ത് ചെയ്യാം. How can I do more of this? Or now what I'm planning is, ഇത് കുറേ ആൾക്കാർ എൻ്റെ അടുത്ത് ചോദിക്കുന്നുണ്ട്. So what I'm planning is, I also want your opinion. I'm planning to teach this for people. അതായത് ഓൺട്രപ്രണേഴ്സിനാണെങ്കിൽ എങ്ങനെ ഔട്ട്റീച്ച് ചെയ്യാം, എങ്ങനെ ഔട്ട്റീച്ച് ചെയ്യാം എന്നുള്ളതിൽ കൂടുതൽ കോണ്ടന്റ് ഇപ്പൊ അപ്കമിങ് കോണ്ടന്റ് ക്രിയേറ്റേഴ്സിന് ഹൗ ടു ക്രിയേറ്റ് കോണ്ടന്റ്, എന്താണ് അതിന്റെ ബേസിക്സ്, എന്ത് ലെവലിലേക്ക് വരെ നിങ്ങളെ കോണ്ടന്റ് ക്രിയേഷൻ എത്തിക്കാൻ പറ്റും എന്നുള്ളത് കോണ്ടന്റ് ക്രിയേറ്റേഴ്സിന് എനിക്ക് പഠിപ്പിച്ചു കൊടുക്കണമെന്നുണ്ട്. അതേപോലെ സ്റ്റുഡൻസിനാണെങ്കിൽ ഇനി അങ്ങോട്ടേക്ക് ഈ എഞ്ചിനീയറിംഗ് ഇല്ലെങ്കിൽ MBBS എന്നല്ലാതെ വേറെയും ഇതുപോലത്തെ മേഖല ഉണ്ട് എന്നുള്ളതിന്റെ ഏറ്റവും വലിയ ഒരു എക്സാമ്പിൾ കൊടുക്കണം, അവർക്കും പറഞ്ഞു കൊടുക്കണം എന്നുണ്ട്. അതെ. ഇനി ഓൺട്രപ്രണേഴ്സ് ആണെങ്കിൽ, ഓൾറെഡി സക്സസ്ഫുൾ ഓൺട്രപ്രണേഴ്സ് ആണെങ്കിൽ, ഹൗ ക്യാൻ കോണ്ടന്റ് ക്രിയേറ്റേഴ്സ് എലിവേറ്റ് യുവർ ബ്രാൻഡ്. നിങ്ങളെ ബ്രാൻഡ് എങ്ങനെ എനിക്ക് നല്ല റവന്യൂ കൂട്ടിത്തരാൻ പറ്റും, നിങ്ങളെ ബ്രാൻഡിനെ എനിക്ക് എങ്ങനെ പബ്ലിക്കിലേക്ക് എത്തിക്കാൻ പറ്റും എന്നുള്ളതിനൊക്കെ പറ്റിയിട്ട് ഇൻഷാല്ലാ ഐ എം പ്ലാനിങ് ടു ടേക്ക് ദിസ് അഹെഡ്. വാട്ട് ഈസ് യുവർ ഒപ്പീനിയൻ ഓൺ ഇറ്റ്? ഓൺലൈൻ സ്റ്റോർ ഉണ്ടാക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര മലമറിക്കുന്ന പരിപാടിയൊന്നുമല്ല. ഇതൊക്കെ നിങ്ങൾക്കും ചെയ്യാൻ പറ്റും. അത് നിങ്ങളെ പഠിപ്പിക്കുകയാണ് ഞങ്ങളുടെ ലക്ഷ്യം. 10 ദിവസം കൊണ്ട് നിങ്ങളെ ഞങ്ങളൊരു ഓൺലൈൻ സ്റ്റോർ എക്സ്പേർട്ട് ആക്കി തരാം. 15 മിനിറ്റ് എല്ലാ ദിവസവും മുടക്കിയാൽ 10ാമത്തെ ദിവസം നിങ്ങൾക്കൊരു ലൈവ് ഓൺലൈൻ സ്റ്റോർ ഉണ്ടാക്കാം. ഇതിൻ്റെ അകത്ത് ഒരു ഡൗട്ടില്ല. ദാറ്റ് ഈസ് വാട്ട് വി ഹാവ് ബീൻ ഡൂയിങ്. ഈ പോഡ്കാസ്റ്റ് കാരണം സംഭവിക്കുന്നത്, ഒന്നാമത് പലർക്കും ഇങ്ങനെ ഒരു സംഭവം ഉണ്ടെന്ന് അറിയില്ല. രണ്ടാമത്തെ കാര്യം, ഹൗ ബിഗ് ഈസ് ദിസ് എന്ന് അറിയില്ല. എനിക്കൊന്ന് മേ ബി നമുക്ക് ഇത് ചെയ്തതിന് ശേഷം ഒരു വെബിനാർ സംഘടിപ്പിക്കാം. ഓക്കെ, മേ ബി എ ലൈവ് വെബിനാർ. പ്രോബബ്ലി ഇതിൻ്റെ ഡിസ്ക്രിപ്ഷൻ്റെ താഴെ നമുക്കൊരു ലിങ്ക് കൊടുക്കാം. ഇന്ന സമയത്ത് നമ്മളൊരു വെബിനാർ നടത്തുന്നു. ആൻഡ് വിൽ സീ ഹൗ ദാറ്റ് വെബിനാർ ഗോസ് ആൻഡ് വിൽ ടേക്ക് ഇറ്റ് ഫ്രം ദർ. ഓക്കെ, ഐ തിങ്ക് ദാറ്റ് ഷുഡ് ബി എ, വാട്ട് ഡു യു തിങ്ക്? ഓഫ് കോഴ്സ്, അങ്ങനെയാണെങ്കിൽ നിങ്ങളെ ഓഡിയൻസിന് അടുത്തേക്ക് നമുക്ക് എന്തെങ്കിലും കൊടുക്കാൻ പറ്റുകയാണെങ്കിൽ ഇറ്റ് വുഡ് ബി ഹാപ്പിയസ്റ്റ്. ഓക്കെ, ലെറ്റ്സ് ഗോ ദാറ്റ് വേ. ഡൺ. അപ്പോൾ ലെറ്റ്സ് വൈൻഡ് അപ്പ് ദിസ്. താങ്ക് യു സോ മച്ച്. ഗുഡ് നൈറ്റ്. അതെ, എന്നെ 3-4 മണിക്കൂർ സഹിച്ചതിന് 2 ദിവസം മുമ്പും കൂടി എന്നെ 3 മണിക്കൂർ ഇരുത്തിയാലേ.